പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ഭൂരിപക്ഷം അതുപോലെ തന്നെ നോക്കിയിട്ടല്ലോ ആളുകളെ തീരുമാനിക്കുക. അവിടെ നിരവധി സഖാക്കൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജയിക്കുന്ന ഭൂരിപക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആളെ മന്ത്രിയാക്കുക എന്നുള്ള നിലപാട് CPM-നില്ല. CPM ഒരു നിലപാട് സ്വീകരിച്ചു. അതൊരു പുതിയ ടീം വേണം എന്നാണ്. കാരണം നല്ല കഴിവുള്ളവരാണ് മന്ത്രിമാരെല്ലാം. ഒരു മന്ത്രിയെയും അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ ടീം വേണം എന്ന തീരുമാനമാണ് പാർട്ടി അംഗീകരിച്ചത്. നമ്മൾ എല്ലാ കാലത്തും എല്ലാവരും ഉണ്ടാവില്ലല്ലോ. ഞാൻ മാത്രമല്ലല്ലോ മികച്ച പ്രകടനം നടത്തിയത്. ഈ മന്ത്രിസഭ ആകെ മികച്ച പ്രകടനം നടത്തിയിരുന്നു. എന്നെപ്പോലെ തന്നെ എല്ലാ മന്ത്രിമാരും നന്നായിട്ട് പ്രവർത്തിച്ചവരാണ്. അപ്പോൾ പാർട്ടി എന്നെ മന്ത്രിയായി തീരുമാനിച്ചു. ഞാൻ നന്നായി പ്രവർത്തിച്ചു. മഹാമാരിയെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒറ്റക്കല്ല നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പും ചേർന്ന് എല്ലാ മന്ത്രിമാരും ചേർന്നാണ് നയിച്ചത്. അതിൽ ഒരു ആരോഗ്യ പ്രശ്നം എന്നുള്ള നിലയിൽ എൻ്റെ പങ്ക് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ടീം പിണറായി 2-വിൽ CPM-ൽ നിന്ന് മുഖ്യമന്ത്രി ഒഴികെ എല്ലാം പുതുമുഖങ്ങൾ. നിപ്പയെയും കോവിഡിനെയും പ്രതിരോധിച്ച് അന്തർദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്ന ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം 60,963 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ KK ശൈലജ ടീച്ചറിനെയും ഒഴിവാക്കി CPIM പുതുമുഖ സ്ഥാനാർത്ഥി നിരയെ ഇന്ന് രംഗത്തിറക്കി. 21 അംഗ LDF മന്ത്രിസഭയിൽ K കൃഷ്ണൻകുട്ടിയും AK ശശീന്ദ്രനും K രാധാകൃഷ്ണനും ഒഴികെ എല്ലാവരും മന്ത്രിസഭയിലേക്ക് എത്തുന്നത് ഇതാദ്യമായി. സമ്പൂർണ്ണ പുതുമുഖങ്ങൾ. കൈയടിച്ച് സ്വാഗതം ചെയ്യേണ്ട തീരുമാനമായിരുന്നു. ഈ മാറ്റം ജനഹിതം അറിഞ്ഞു തന്നെയെന്നും CPM-ന്റെ പശ്ചിമബംഗാളിലെ ചരിത്രത്തെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണെന്നും നമ്മൾ കരുതുമായിരുന്നു. പക്ഷേ KK ശൈലജ ടീച്ചറിനെ ഒഴിവാക്കിയതിൽ CPM-ന് എന്ത് ന്യായമാണ് പറയാനുള്ളത്? എല്ലാവരും പുതുമുഖങ്ങൾ എന്നാണെങ്കിൽ ആ മാനദണ്ഡത്തിന്റെ പട്ടികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരില്ലേ? പിണറായി വിജയൻ തന്നെ കൊണ്ടുവന്ന ആ മാനദണ്ഡത്തെ പിണറായി വിജയൻ മാത്രം മാറി നിൽക്കുമ്പോൾ, KK ശൈലജ ടീച്ചറിനെ അത് ബാധകമല്ലാതെ പോകുമ്പോൾ, ഇവിടെ എക്സെപ്ഷൻ ഇല്ലാതെ പോകുമ്പോൾ, വേണ്ടത്ര സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലും കൂടുതൽ സ്ത്രീ സാന്നിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന ഒരവസരമാണോ CPM എറിഞ്ഞുടച്ചത്? ഈ മാറ്റം ജനഹിതമറിഞ്ഞോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. മാറ്റത്തിന്റെ നാനാർത്ഥങ്ങൾ എന്ത്? നമുക്കൊപ്പം അതിഥികളായി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിൽ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം PR ശിവശങ്കർ, ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ NM അരുൺ, ഇടത് ചിന്തകനായ ശ്രീ KC ഉമേഷ് ബാബു, ഇടത് നിരീക്ഷകനായ ഡോക്ടർ പ്രേംകുമാർ, ഒപ്പം CPM നേതാവ് VPP മുസ്തഫയെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം ആരോഗ്യ പ്രവർത്തകനായ ഡോക്ടർ NM അരുണിലേക്ക് വന്നാൽ, NM അരുൺ ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു സമ്പൂർണ്ണ രാഷ്ട്രീയ ചർച്ചയിൽ ഡോക്ടർ NM അരുൺ അഭിപ്രായം പറയാൻ എത്തുന്നത്. ഇവിടെ വിഷയത്തിലെ ഒരു ഭാഗം ഈ KK ശൈലജ ടീച്ചർ ആയതുകൊണ്ടും ഈ കോവിഡ് കാലം ആയതുകൊണ്ടുമാണ്. ഈ ഡോക്ടർ KK ശൈലജ ടീച്ചറിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഈ ഘട്ടത്തിൽ CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്ത ഈ നീക്കം കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായി ബാധിക്കുമെന്നൊരു അഭിപ്രായം ഡോക്ടർക്കുണ്ടോ? ഈ തീരുമാനത്തെ എങ്ങനെയാണ് ഒരു ആരോഗ്യ പ്രവർത്തകരായ ഡോക്ടർ NM അരുൺ കാണുന്നത്? നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒരാൾ ഒരു പണി ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, ഒരു നേതൃത്വ നിരയിൽ നിന്നുള്ള ഒരാൾ വളരെ ശുഷ്കാന്തിയോടുകൂടി, വളരെ ആർജവത്തോടു കൂടി എന്ന് വേണമെങ്കിൽ പറയാം, വളരെ കമ്മിറ്റഡ് ആയിട്ട് തന്നെയാണ് ശൈലജ ടീച്ചർ ഇതുവരെ കോവിഡിനെ നിയന്ത്രിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്ത് അതിനുള്ള നേതൃത്വം കൊടുത്ത്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഇല്ലാതെയാവുമ്പോൾ അത് ആ ഒരു ടീമിൻ്റെ വർക്ക്, ഒരു ടീം വർക്കാണെന്ന് പറയുമെങ്കിലും ആ ടീമിൽ പെട്ടെന്നൊരു ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു ബാർസലോണ ടീമിൽ പെട്ടെന്ന് മെസ്സി ഇല്ലാതെയായാൽ കളി എങ്ങനെയാവും എന്നുള്ള മാതിരി ആയിരിക്കും. അത് പെട്ടെന്നൊരു ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ അതിന് താളപ്പിഴകൾ എന്തായാലും സംഭവിക്കും. ചിലപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ആള് ചിലപ്പോൾ ഇനിയും നല്ല കുറച്ച് കാലം കഴിഞ്ഞ് ഇതൊക്കെ പഠിച്ച് 1-2 വർഷം കൊണ്ട് മികച്ച ആരോഗ്യമന്ത്രി ആവാം. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ, ഇങ്ങനെ ഒരു കോവിഡ് പാൻഡമിക്കിന്റെ ഒരു മഹാമാരി കാലത്ത് ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് വളരെ എളുപ്പം മാറ്റുന്നത് ആ മഹാമാരിയെ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തകരുടെ മനോവീര്യത്തെ ബാധിക്കുന്നു എന്നതിനുമപ്പുറം സാങ്കേതികമായി ഒരുപക്ഷെ പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
തീർച്ചയായും ഇതെല്ലാം ഒരാൾ പഠിച്ചു വരണമല്ലോ. ശൈലജ ടീച്ചർ നമുക്കറിയാം, ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ച വ്യക്തിയാണ്. വളരെ എന്ത് ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരങ്ങളൊക്കെ പറയുന്ന ആളാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കൂടുതൽ ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്കും ഉണ്ട്. അതെന്തോ ആയിക്കോട്ടെ, എങ്കിലും വളരെ കമ്മിറ്റഡ് ആയിട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. വളരെ കമ്മിറ്റഡ് ആയിരുന്നു. ഉറക്കമൊക്കെ ഒഴിച്ച് ഇതിൻ്റെ പിന്നാലെ നടന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരും ഈ ആരോഗ്യ പ്രവർത്തകരും, ഈ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആണെങ്കിലും ഇപ്പോൾ നമുക്ക് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആരാണെന്ന് ഇപ്പോഴും അറിയില്ല. ഇപ്പോൾ ആളില്ല, വേക്കൻസിയാണ്. മുമ്പ് ഉണ്ടായിരുന്ന ഡയറക്ടർ ആരായിരുന്നു എന്ന് നമുക്ക് അറിയില്ല. എന്നുവെച്ചാൽ എല്ലാം ശൈലജ ടീച്ചറായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഒരു മട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർമാരുമായിട്ടും മറ്റ് സ്റ്റേറ്റ് ലെവലിലെ ഓഫീസർമാരുമായിട്ടും ഇവരായിട്ടൊക്കെ ഒരു റാപ്പോ തമ്മിലൊരു ചേർച്ച, ഡോക്ടർ എൻ എം അരുൺ, ഇതൊക്കെ നമുക്ക് പറയാനിട വരുന്നതിന്റെ കാരണം ഭരണ തുടർച്ചയുള്ളത് കൊണ്ടാണ്. ഈ ഭരണം മാറിയിരുന്നു UDF മന്ത്രിസഭയുടെ അധികാരത്തിൽ വരുന്നതെങ്കിൽ തീർച്ചയായും ആരോഗ്യവകുപ്പിന് മറ്റൊരു മന്ത്രിയാകുമായിരുന്നു, കിട്ടുമായിരുന്നത്. അതെ, ശരിയാണ്. പക്ഷെ ഭരണ തുടർച്ചയ്ക്കാണ് ആളുകൾ വോട്ട് ചെയ്ത് ഭരണ തുടർച്ചയ്ക്കാണ് വോട്ട് ചെയ്തത്. ഇപ്പോൾ ശൈലജ ടീച്ചർക്ക് ഇത്ര ഭൂരിപക്ഷം കൊടുത്തു എല്ലാം തന്നെ ഇതേ ടീം. ശൈലജ ടീച്ചർ മാത്രമല്ല, ഇപ്പോൾ മറ്റേ MM മണി ആണെങ്കിലും തോമസ് ഐസക്, ഇവരെല്ലാം ഇതേ ടീം എന്നുള്ള രീതിയിൽ തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ടുള്ള വോട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതെ ഡോക്ടർ എൻ എം അരുൺ, ഞാൻ മനസ്സിലാക്കുന്നത് തുടർ ഭരണത്തിന് കിട്ടിയ വോട്ട് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ KK ശൈലജയ്ക്ക് തുടർ ഭരണത്തിന് കിട്ടിയ വോട്ട് കൂടിയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ തുടർ ഭരണത്തിന് ആളുകൾ വോട്ട് ചെയ്തു, പക്ഷെ ഭരിക്കുന്ന വേറൊരാളായിപ്പോയി. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഫുട്ബോളിന് വീണ്ടും എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കോച്ച് പെട്ടെന്ന് എല്ലാവരെയും മാറ്റി, പ്രധാന കളിക്കാരെയൊക്കെ മാറ്റുമ്പോൾ ഫാൻസ് അന്തം വിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളുകൾക്ക് ഇങ്ങനെ മിനിസ്റ്ററായിട്ടൊരു പ്രാക്ടീസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പുതിയ ആളുകൾക്ക് മിനിസ്റ്ററായിട്ട് പഠിക്കാൻ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നല്ലതായിരിക്കും. എന്നാൽ പ്രധാനപ്പെട്ട മാച്ചിൽ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ ഇറക്കില്ല. പ്രധാനപ്പെട്ട മാച്ചിൽ നമ്മൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഇറക്കുക. പ്രധാനപ്പെട്ട ഒരു മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കോവിഡ് പാൻഡമിക്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ പിടിച്ച് ചെയ്യുമ്പോൾ ശരിയായിരിക്കും, അവർ കുറച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ച് ശരിയാവുമായിരിക്കും. പക്ഷേ ഇത് ചിലപ്പോൾ പാർട്ടിയുടെ താല്പര്യം ഇതായിരിക്കാം, പക്ഷേ സംസ്ഥാന താല്പര്യം ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ, ഒരു ആരോഗ്യ വിദഗ്ധന്റെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. പക്ഷേ ഇതും ഭരണ തുടർച്ച ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം വാലിഡ് ആവുന്ന ഒരു പോയിന്റാണ് ഡോക്ടർ എൻ എം അരുൺ പറഞ്ഞത്. ഞാൻ ശ്രീ KC ഉമേഷ് ബാബുവിലേക്ക് വന്നാൽ, ശ്രീ KC ഉമേഷ് ബാബു, ഇത് പിണറായിസത്തിന്റെ തുടക്കമാണോ? ഒറ്റ വാചകത്തിൽ ചോദിച്ചാൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യം തുടക്കമല്ല. ശരി, പക്ഷേ മന്ത്രിസഭയിൽ അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചത് വളരെ സീനിയറായ 2 മന്ത്രിമാർ MM മണിയും ശൈലജ ടീച്ചറും തുടരുമെന്നാണ്. അതിന്റെ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് 98-ൽ അദ്ദേഹം കേരളത്തിലെ CPM സെക്രട്ടറി ആയ കാലം മുതൽ എങ്ങനെയാണ് പടിപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ ഗതിവിഗതികൾ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുന്ന ഒരാൾക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയത്തിന്റെ അവകാശമില്ല. 2016 അദ്ദേഹം 140 മണ്ഡലങ്ങളിലും VS അച്യുതാനന്ദന്റെ പടമടിച്ചിട്ടും അദ്ദേഹം കേരളം മുഴുവൻ പ്രസംഗിച്ചിട്ടും അദ്ദേഹത്തിന്റെ നിഴലിൽ നിന്നാണ് ജയിച്ചത്. വാസ്തവത്തില് VSന്റെ ക്യാമ്പ് എന്നതുണ്ടായിരുന്നു അക്കാലത്ത്. അതിൽ ഭരിച്ചിരുന്നത് ഇലക്ഷൻ കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക്, ഒരുപക്ഷെ ഒരു വർഷത്തേക്കെങ്കിലും VS ആയിരിക്കും മുഖ്യമന്ത്രി, പിന്നീട് മാത്രമേ പിണറായി വിജയൻ വരുള്ളൂ എന്നാണ്. പക്ഷേ VSനെ മുൻനിർത്തുകയും ജയിക്കുകയും പിന്നെ പിണറായി മുഖ്യമന്ത്രിയാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 2016 മന്ത്രിസഭയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് തീർച്ചയായിട്ടും ഒരു 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 ദൗർബല്യം ഉണ്ടായിരുന്നത് CPMന്റെ, അത് VSന്റെ ജയം കൂടിയായിരുന്നുകൊണ്ട് CPMലെ വലിയ ആളുകളെ മുഴുവൻ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. പുതിയ വർഷത്തെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തില് സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ അദ്ദേഹം ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നിയന്ത്രിക്കാനാവുന്ന ആളുകളെ മാത്രമേ അദ്ദേഹം മത്സരിപ്പിച്ചിട്ടുള്ളൂ. ശ്രീമതി KK ശൈലജയെ മത്സരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ജനങ്ങളൊക്കെ കോവിഡിനെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ളത്. ഭയപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം 1 മണിക്കൂർ പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നത് 10 ടെലിവിഷൻ ചാനലുകൾ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കരുതലല്ല ഉണ്ടാകുക, ഭയം ഉണ്ടാകുക. കാരണം അത് മനഃശാസ്ത്രം അറിയുന്ന ഏതൊരാൾക്കും അറിയുന്നതാണ്. അപ്പൊ ഭയമുണ്ട്. ഈ ഭയം നിറഞ്ഞു വെക്കുന്ന കാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പില് ഇതെല്ലാം ചെയ്തു എന്ന് പറയുന്ന മന്ത്രിയെ മാറ്റുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും തെരഞ്ഞെടുപ്പ് യുക്തികളിൽ. അതുകൊണ്ട് അവരെ മത്സരിപ്പിക്കുകയും
പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മന്ത്രി സംഘത്തെ അദ്ദേഹം ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ 98 ആരംഭിക്കുന്ന CPM-നകത്തെ രഥയാത്രയാണോ തേരോട്ടമാണോ ദിഗ്വിജയാണോ അശ്വമേധാണോ എന്ന് എനിക്കറിയില്ല. അതിന്റെ ലോജിക്കലായ ഒരു കൺക്ലൂഷനാണ് ഇന്നുണ്ടായത്. പക്ഷേ ശ്രീ KC ഉമേഷ് ബാബു, പശ്ചിമ ബംഗാളിൽ ഈ CPM-ന് സംഭവിച്ചത് സംഭവിക്കാതിരിക്കാൻ പാർട്ടി കൂട്ടായിട്ടെടുത്തൊരു തീരുമാനമെന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. 34 വർഷം ഭരിച്ചൊരു പാർട്ടി അവിടെ സ്വജനപക്ഷപാതത്തിന്റെ എങ്ങനെയാണ് ചതിക്കുഴികളിലേക്ക് വീണ്ടുപോയത്, അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ തുടർഭരണം വരുന്ന ഘട്ടങ്ങളിൽ പതിവായിരിക്കുന്ന സ്ഥിരം കുറ്റികളെ ഒഴിവാക്കി അവിടെ പുതുമുഖങ്ങളെ കൊണ്ടുവരണം എന്നുള്ളത് മിനിമം രാഷ്ട്രീയ ബോധ്യം കേരളത്തിലെ CPM-ന് വന്നതിന്റെ തുടർച്ചയായി നമുക്കിതിനെ കണ്ടുകൂടെ? ഒരാളും പാർട്ടിക്ക് അതീതനല്ല എന്ന സന്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി നിന്നുകൊണ്ട് പറയുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഒരാളും പാർട്ടിക്ക് അതീതനല്ല എന്ന ശക്തമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകുന്നില്ലേ? അല്ല, ബംഗാളിൽ ഇപ്പോൾ CPM-ന് 0 സീറ്റാണെങ്കിൽ 34 കൊല്ലം CPM എങ്ങനെയാണ് ബംഗാൾ ഭരിച്ചത് എന്നതിന്റെ എല്ലാ ഗതിവിഗതികളും നേരിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇത്തരം കെട്ടുകഥകളിലൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല. CPM എല്ലാ കാലത്തും മന്ത്രിമാരെ മാറ്റിക്കൊണ്ടിരുന്നു. ബംഗാളില് പുതിയ ആളുകൾ വന്നുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രിയെ മാറ്റിയിരുന്നു, ഉപമുഖ്യമന്ത്രിമാരെ മാറ്റിയിരുന്നു, പുതിയ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ അക്കാലത്ത് കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പുതിയ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സൗകര്യത്തിനുണ്ടാക്കുന്ന കെട്ടുകഥകളാണ്. ബംഗാളിൽ കാണുന്നത് പുതിയ മുഖങ്ങളില്ലാതിരുന്നുകൊണ്ടല്ല. പുതിയ മുഖങ്ങളിലായാലും പഴയ മുഖങ്ങളായിരുന്നാലും അവർക്ക് ജനപ്രീതി അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം ഒരു സന്ദർഭത്തിൽ തകർന്നാല് പിന്നെ ഒരു പാർട്ടിക്ക് നിൽക്കാൻ കഴിയില്ല. അത് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് മാത്രമല്ല വോട്ട് ചെയ്യുന്നത്, പാർട്ടിക്കും കൂടിയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ലെജിറ്റിമൈസ്, സാഹിബിന്റെ ഭാഷ പറഞ്ഞാൽ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. ഈ പ്രക്രിയ തകരുന്ന ചില ഘടകങ്ങൾ അവിടെ വന്നപ്പോഴാണ് CPM പുറത്താകുന്നത്. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും കുറഞ്ഞു വരുന്ന ഒന്നാണ് ഇപ്പൊ 0-ത്തിലെത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ആളെ മാറാത്തോണ്ട് എത്ര നേതാക്കന്മാർ ബംഗാളിൽ മാറിയിട്ടുണ്ട്, എത്ര മന്ത്രിമാർ മാറിയിട്ടുണ്ട്, ഒരുപാട് പേര് മാറിയിട്ടുണ്ട്. ഇല്ല നമുക്ക് പറയുന്നത് ഇപ്പോഴത്തെ ഈ ചെറിയ വട്ടത്തിലെ കേരള. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ശ്രീ KC ഉമേഷ് ബാബു ഇതിനകത്തൊരു സന്ദേശം നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ? കാരണം ഒരു വകുപ്പിലെ മന്ത്രിയാവുന്നത് ഇന്ന് KK ശൈലജ ടീച്ചർ തന്നെ പറഞ്ഞത്, എന്നെ മന്ത്രിയാക്കിയത് ഈ പാർട്ടിയാണ്, ഈ പാർട്ടി തന്ന അവസരം ഉപയോഗിച്ചാണ് ഞാൻ നന്നായി പ്രവർത്തിച്ചത്. അടുത്ത ഘട്ടത്തിൽ പുതിയ തലമുറ വരുന്നു, അവർക്ക് ഇത് കൈമാറുന്നു, ആ ബാറ്റൺ കൈമാറുന്നു, അവർ നന്നായി പെർഫോം ചെയ്യുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന തലമുറയല്ലേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ശ്രീ ഉമേഷ് ബാബു? ഇത് എല്ലാ പാർട്ടിയിലും മാറുന്നില്ലേ? ഏത് പാർട്ടിയിലാണ് മാറാത്തത്? കോൺഗ്രസിൽ ഇത്തവണ എത്ര പുതുമുഖ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു, എത്ര പേര് ജയിച്ചു വന്നിട്ടുണ്ട്? കോൺഗ്രസിൽ എത്ര മന്ത്രിമാർ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരുന്നു, പഴയ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലൊരു സമ്പൂർണ്ണ മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ 21 പേരിൽ 18 പേരും പുതിയ മുഖങ്ങളാണ്. അതിന്റെ മറുപടി ഒറ്റ വാക്കിൽ പറയാൻ നേരത്തെ ആയിരുന്നു. ഒറ്റ വാക്യത്തിൽ മറുപടി പറയണമെന്നോ? ഒരു മുഖ്യമന്ത്രി മാത്രം ഭരിക്കുന്ന ഒരു മന്ത്രിസഭയില് മന്ത്രിയാകാവുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. താങ്കളുടെ ആ അവസാനത്തെ നിർവചനത്തിന്റെ ഉത്തരം നൽകേണ്ടത് അല്ലെങ്കിൽ മറുപടി നൽകേണ്ടത് ഇടതുമുന്നണി പ്രതിനിധികളോ ഇടത് സഹയാത്രികരോ അവർ നമുക്കൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം പ്രേംകുമാർ ചേരും, VPP മുസ്തഫയെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ പുതുമുഖങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ LDF മന്ത്രിസഭ കണ്ടിട്ട് ഉള്ളിലൊരു കുളിരും തെല്ലൊരു അസൂയയും തോന്നുന്നുണ്ടോ രാഹുൽ? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് അസൂയം തോന്നുന്നില്ല. ആദ്യമേ തന്നെ പുതുതായി രൂപീകരിക്കുവാൻ പോകുന്ന സർക്കാരിന് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പ്രത്യേകമായി കുളിരൊന്നും തോന്നേണ്ടുന്ന കാര്യമില്ല. UDF ഇത്തവണ മത്സരിച്ചപ്പോൾ ധാരാളം പുതുമുഖങ്ങൾക്കും ആവശ്യം പോലെ ചെറുപ്പക്കാർക്കുമൊക്കെ അവസരം നൽകിയിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി ഞങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. ആ അനുകൂലമല്ലാത്തതിൻ്റെ രാഷ്ട്രീയ ക്ഷീണം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ അത് ഒരു മന്ത്രിസഭയായി രൂപീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരുപാട് പുതുമുഖ പരീക്ഷണങ്ങൾ ഞങ്ങളുടെ മന്ത്രിസഭയിലും ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് പ്രത്യേക കൗതുകമൊന്നും തോന്നുന്നില്ല. കാരണം ഇത് ഒരു മന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം, ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചെറുപ്പക്കാരൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ചെറുപ്പക്കാർ മന്ത്രിസഭയിലൊക്കെ വരുന്നതിനകത്ത് സന്തോഷമാണ് എങ്കിൽ പോലും അങ്ങനെ മന്ത്രിമാരുടെ പ്രായം കൊണ്ടൊന്നുമല്ല ഒരു മന്ത്രി അസസ് ചെയ്യപ്പെടേണ്ടത്. അത് അവരുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി, അദ്ദേഹം വളരെ, എനിക്ക് തോന്നുന്ന മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും സീനിയർ മോസ്റ്റ് മെമ്പർമാരിൽ ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ പറ്റി ആർക്കെങ്കിലും പ്രത്യേകിച്ച് തർക്കമുണ്ടായിരുന്നുവെന്ന് ഞാൻ അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രായം നമ്മുടെ പെർഫോമൻസിന് പ്രത്യേകമായിട്ടുള്ള
ഒരു യോഗ്യതയോ അയോഗ്യതയാണോ എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. എങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ LDF ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ ആരെല്ലാം വേണമെന്നും അതെങ്ങനെയൊക്കെ അതിന്റെ പാറ്റേൺ ആകണമെന്നും ഒക്കെ തീരുമാനിക്കാനായിട്ടുള്ള പരിപൂർണമായ മാൻഡേറ്റ് ആ മുന്നണിക്കും ആ പാർട്ടിക്കും നൽകിയത് കൊണ്ടാണല്ലോ കേരളത്തിലെ ജനങ്ങൾ അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ താങ്കൾ ഉപയോഗിച്ച 1-2 മെറ്റഫേഴ്സ് എന്നോട് ചോദ്യം ചോദിച്ചതല്ലെങ്കിൽ പോലും 1-2 മെറ്റഫേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ മട്ടന്നൂരിൽ ശ്രീമതി കെ കെ ശൈലജയുടെ ഭൂരിപക്ഷം ഭീകരമായിരുന്നു, അതുകൊണ്ട് അവർ മന്ത്രിയാകണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ EP ജയരാജൻ 2016 മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് താരപരിവേഷം ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ആ EP ജയരാജന് 43,381 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷം നൽകിയ മണ്ഡലമാണ് മട്ടന്നൂര്. ആ മട്ടന്നൂരിൽ കേരളത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലം തന്നെയായിരുന്നു. അവിടെ നിന്ന് ഇത്തവണ കേരളത്തിലെ 1ാമത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലമായി മാറുന്നു. പക്ഷെ അങ്ങനെ ഒരു ഭൂരിപക്ഷമാണ് മന്ത്രിയെ തീരുമാനിക്കുവാനുള്ള മാനദണ്ഡം അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്നൊന്നും പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയുടെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിന് അത്ര പോസിറ്റീവാണ്. കാരണം ഒരു പ്രസിഡൻഷ്യൽ ഡെമോക്രസി ഒന്നും അല്ലല്ലോ ഇന്ത്യയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനത്ര ഭൂഷണമാണ് എന്ന് ഞാൻ അതായത് രാഹുൽ എടുത്ത ഈ നിലപാട് ധീരമായൊരു രാഷ്ട്രീയ നിലപാടായി മറുപക്ഷത്ത് നിൽക്കുന്നെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ രാഹുൽ കണക്കാക്കുന്നുണ്ടോ? അങ്ങനെ ധീരതയോ അല്ലെങ്കിൽ അതിന്റെ ഭീരുത്വമോ ഒന്നുമല്ല ഡോക്ടറെ. അത് പൂർണ്ണമായിട്ട് ഇപ്പം 24 എന്ന് പറയുന്ന ന്യൂസ് ചാനൽ, ആ ന്യൂസ് ചാനലിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കാനുള്ള പരിപൂർണമായ അവകാശം നിങ്ങൾക്കുള്ളതാണ്. അതിനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനായിട്ടുള്ള മാൻഡേറ്റ് ആ പാർട്ടിക്ക് കൊടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയല്ലേ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം മാത്രം പറയാം, ഇത് പ്രതിപക്ഷം കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഈ ശ്രീമതി കെ കെ ശൈലജ എന്ന് പറയുന്നത് ഒരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മാധ്യമ ബിംബമാണ് എന്ന്, പ്രതീകമാണ് എന്ന് ഞങ്ങൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളോട് വിയോജിച്ചു. ഇപ്പോൾ കെ കെ ശൈലജ ആരാണ്, എന്താണ് അവരുടെ പ്രവർത്തനം എന്താണ് എന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആൾ സ്വാഭാവികമായിട്ടും ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കുമല്ലോ. ആ കൗൺസിലിന്റെ ഹെഡ് അദ്ദേഹമായിരുന്നല്ലോ. അപ്പോൾ മറ്റു മന്ത്രിമാരിൽ നിന്ന് മാറ്റി നിർത്തേണ്ടുന്ന എന്തെങ്കിലും അനന്തര സാധാരണമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതായത് 5 വർഷക്കാലമായിട്ട് കേരളത്തിൽ പ്രതിപക്ഷം പറയുന്ന രാഷ്ട്രീയം തന്നെയാണ് ഇന്ന് അംഗീകരിക്കപ്പെട്ടത് എന്നാണ് വിശാലമായ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നു കോവിഡിനെ പിടിച്ചു കെട്ടി. ഇവിടെ ബഹുമാനപ്പെട്ട ഒരു ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ, അദ്ദേഹത്തോട് ഞാൻ അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് വിയോജിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ പോലും അങ്ങനെ കേരളത്തിലൊരു മന്ത്രി കോവിഡിനെ പിടിച്ചു കെട്ടി എന്നൊക്കെ മെറ്റഫറിക്കലായിട്ട് നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഡൈജസ്റ്റ് ചെയ്യുവാനും മാത്രം രാഷ്ട്രീയമായ ബോധ്യങ്ങളില്ലാത്ത ആളുകളാണോ കേരളത്തിലെ മലയാള സമൂഹം എന്ന് പറയുന്നത്? അപ്പോൾ ഡോക്ടർ തന്നെ ചോദിച്ചതുപോലെ ന്യായമായി ഞാൻ ചോദിക്കുന്നു, അപ്പോൾ UDFന്റെ ഒരു മന്ത്രിസഭയായിരുന്നു വരുന്നതെങ്കിൽ കെ കെ ശൈലജയുടെ മന്ത്രിയാക്കുവാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് വേണമായിരുന്നു? കെ കെ ശൈലജയെ വിളിച്ചുകൊണ്ടുവന്ന് ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ നടത്തി എന്ന് ഇങ്ങനെ ചില ആളുകൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ തന്നെ മന്ത്രിയാക്കുവാൻ പറയാൻ കഴിയുമോ? അതൊന്നും സാധിക്കില്ല. കാരണം ഒരു മന്ത്രിയുടെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു മന്ത്രിക്ക് വലിയ ഇതിന്റെ ഒരു തകർച്ചയിൽ മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല, അതുപോലെ തന്നെ ഇതിന്റെ ഉയർച്ചയിലും എന്തെങ്കിലും മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല. ഞാനൊരു കാര്യം മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ കോവിഡിനെ പിടിച്ചു കെട്ടി എന്നാണല്ലോ വെയ്പ്പ്. അങ്ങനെയാണെങ്കിൽ പിടിച്ചു കെട്ടിയ ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് സെക്കൻഡ് വേവ് ഉണ്ടാകുന്നത്? ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും സെക്കൻഡ് വേവ് ഉണ്ടായ സമയത്ത് തന്നെ കേരളത്തിൽ സെക്കൻഡ് വേവ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെന്തോ പ്രത്യേകമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇനി എന്നാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്? പെർ ഡേ കേസുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ എത്രയോ കൂടുതലാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് വേവിൽ. അപ്പോൾ എവിടെയാണ് നമ്മൾ പിടിച്ചു കെട്ടിയത്? അപ്പോൾ ഇനി എന്താ, പ്രതിപക്ഷമാണ് ഇതിന്റെ മൊത്തം ഉത്തരവാദികൾ എന്നാണോ പറയാൻ പോകുന്നത്? ഇനി ഇലക്ഷൻ ഗോയിങ് സ്റ്റേറ്റുകളെ പറ്റിയിട്ടാണ് പറയുന്നത് എങ്കിൽ അപ്പോൾ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ മൊത്തം പാളി പോകുമെങ്കിൽ ഇലക്ഷൻ ഗോയിങ് സ്റ്റേറ്റുകളിൽ, ഇപ്പോൾ ഇലക്ഷൻ നടന്നുപോയ സ്റ്റേറ്റുകളിൽ 5 സ്റ്റേറ്റുകളിൽ ഏറ്റവും അധികം പെർ ഡേ കേസുകളുള്ള സംസ്ഥാനം കേരളമല്ലേ? അപ്പോൾ എവിടെയാണ് ഇത് പിടിച്ചു കെട്ടിയത്? ഓക്സിജൻ ഷോർട്ടേജിന്റെ ഭാഗമായിട്ട് രോഗികൾ മരിക്കുന്നു കേരളത്തിൽ. ഇവിടെ ആംബുലൻസുകൾ കൃത്യമായി എത്താത്തതിന്റെ പേരിൽ യുവജന സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് ബൈക്കിൽ രോഗിയെ നടുക്കിരുത്തിക്കൊണ്ട് കൊണ്ടുപോകേണ്ടി വരുന്നു. ഇവിടെ വെന്റിലേറ്റർ കിട്ടാത്തതിന്റെ പേരിൽ ആളുകൾ മരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ശ്വാസം കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ കേരളത്തിൽ ലോകത്തിൽ തന്നെ ആദ്യമായി കോവിഡ് രോഗി പുഴുവരിച്ച സംസ്ഥാനം കേരളമാണ്. ലോകത്തിൽ തന്നെ രാഹുൽ പറയുന്നതനുസരിച്ച് ഇതൊരു മാധ്യമ ബിംബമായിരുന്നു കെ കെ ശൈലജ ടീച്ചർ, അത് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് അവരെ ഒഴിവാക്കി എന്നത് മാത്രമായ കാരണമെന്നാണോ?
അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അത് അവരുടെ പരിപൂർണമായി ആ പാർട്ടിയുടെ മാത്രം തീരുമാനമാണ്. ഞാൻ പറഞ്ഞത് അതായത് ഈ മാധ്യമങ്ങൾ ചാർത്തി കൊടുത്ത ശൈലജ ടീച്ചർ അല്ല, പക്ഷേ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ പോലും പറ്റുമോ? ഇത് UDF മന്ത്രിസഭയായിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ നിന്ന് കഴിഞ്ഞ തവണ ഏറ്റവും നല്ല വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിമാരിൽ ഈ ഏറ്റവും ശ്രദ്ധേയരായ മന്ത്രിമാരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു മന്ത്രിസഭാ രൂപീകരണം കോൺഗ്രസിന് സ്വപ്നം കാണാൻ പറ്റുമോ ഇതേപോലെ? അത്ര എളുപ്പമല്ല ഡോക്ടറെ. കാരണം ഞങ്ങളുടേതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഏകാധിപതിക്ക് വഴങ്ങിക്കൊടുത്ത് ഓ തമ്പ്ര എന്ന് പറഞ്ഞ് അദ്ദേഹം എടുക്കുന്ന എല്ലാ എക്സെപ്ഷൻസും എനിക്ക് എക്സെപ്ഷൻസ് ബാധകമല്ല, എനിക്ക് എക്സെപ്ഷൻസ് ഉണ്ട്, വേറെ ആർക്കും അത് ബാധകമല്ല എന്ന് പറയുന്ന എല്ലാ തീരുമാനങ്ങളോടും എന്റെ ഒരു ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് രാഹുൽ ചോദിച്ചാൽ, എല്ലാവരും പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോസ് ഈ മന്ത്രിസഭ UDF-ന്റേതായിരുന്നു എന്ന് കരുതുക, രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ ആണ് മുഖ്യമന്ത്രി എന്ന് കരുതുക, പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു, യുവ നേതാക്കളായ നിങ്ങൾ അടക്കമുള്ളവർ മുൻനിർത്തിക്കൊണ്ട് പറയുന്നു എല്ലാം പുതുമുഖങ്ങൾ മതി എന്നൊരു തീരുമാനം കോൺഗ്രസിന് എന്നെങ്കിലും നിലവിലുള്ള സംഘടനാ സംവിധാനം ഉപയോഗിച്ച് എടുക്കാൻ കഴിയുമോ? CPM എടുക്കുന്നത് പോലെ, അതല്ലെങ്കിൽ CPI എടുക്കുന്നത് പോലെ? അങ്ങനെ എന്തിനാണ് ഡോക്ടർ എല്ലാം പുതുമുഖങ്ങൾ? എനിക്കത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ പരിചയസമ്പന്നരായ ആളുകളെല്ലാം നമ്മൾ ആറ്റിൽ കളയണമെന്നാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? ഈ പരിചയസമ്പന്നരായ ആളുകൾ 3, 4 പതിറ്റാണ്ടുകളായി ഭരിച്ചാണല്ലോ പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടാതെ വരികയും അവസാനം അവർ മനം നൊന്ത് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയും ചെയ്ത അവസ്ഥ കോൺഗ്രസിലുണ്ടായത്. അല്ല ഡോക്ടറെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ പാർട്ടികളിൽ നിന്ന് ചേക്കേറുന്നതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തു. 9ഓളം BJP-യുടെ സ്ഥാനാർത്ഥികൾ CPM-ൽ നിന്ന് പോയവരാണെന്ന്. CPM ഇത്ര വലിയ പ്രസ്ഥാനമാണ്, എല്ലാവർക്കും അവസരം കൊടുക്കുന്നതാണെങ്കിൽ 9 ചെറുപ്പക്കാർ ആ പാർട്ടി വിട്ടിട്ട് മറ്റൊരു പാർട്ടിയിൽ പോയി സ്ഥാനാർത്ഥികളാകത്തില്ല. അപ്പോൾ അതൊന്നുമല്ല, എല്ലാ പാർട്ടിയിലും അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇനി കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെന്ന് വിചാരിച്ചു, ആ തീരുമാനം അത് പാർട്ടിയുടേതായിരിക്കും, ഏതെങ്കിലും ഒരു വ്യക്തിയുടേതായിരിക്കും. 4 പോളിറ്റ് ബ്യൂറോ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചേർത്തെടുത്ത തീരുമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനം എടുക്കുന്നു. ആ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ തന്നെ അഭിപ്രായം പറയുന്നു, ഏതെങ്കിലും ഒരു മന്ത്രിക്കായിട്ട് ആനുകൂല്യം കൊടുക്കരുത്, മാനദണ്ഡം എല്ലാവർക്കും ബാധകമായിരിക്കണം ബാക്കി മന്ത്രിമാർക്ക്. അങ്ങനെ MM മണിയുടെ കാര്യത്തിൽ എന്നതുപോലെ KK ശൈലജയുടെ കാര്യത്തിലും തീരുമാനമാകുന്നു. അതൊരു പാർട്ടി തീരുമാനമാണ്. അതിൽ 7 പേർ വിയോജിച്ചു, ബഹുഭൂരിപക്ഷം പേരും യോജിച്ചു. പാർട്ടിയിൽ ഭൂരിപക്ഷം ആളുകൾ യോജിച്ച തീരുമാനമുണ്ടായി. അതല്ലേ ജനാധിപത്യം? അല്ലല്ല, അത് CPM-ന്റെ ജനാധിപത്യത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരുടെ മാത്രം തീരുമാനമാണ് അവരുടെ മന്ത്രിസഭ എങ്ങനെ വേണം എന്നുള്ളത്. പക്ഷേ അതിനകത്ത് എന്ത് തരത്തിലുള്ള ജനാധിപത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആ മന്ത്രിസഭയെ പറ്റി ഓരോരുത്തരുടെ വകുപ്പുകൾ ആ ഓരോരുത്തർ വന്ന രീതി എങ്ങനെയാണെന്ന് ഇഴകേറി പരിശോധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലെറ്റ് ദം പെർഫോം. അവർ പെർഫോം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ട ദിവസം വിമർശിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അത്തരം ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അതിനകത്ത് തർക്കം പറയേണ്ടുന്ന ആൾ ഞാനല്ല, അതിനകത്ത് CPM-കാരാണ് സ്വാഭാവികമായിട്ടും തർക്കം പറയേണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെയും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൂടെയും എത്ര ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ CPM-ന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾ ശക്തമായ പ്രതിഷേധവുമായിട്ട് ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണല്ലോ. അല്ല, എനിക്ക് മനസ്സിലാവുന്നത് രാഹുൽ എന്റെ വളരെ ഓപ്പൺ ആയ ഒരു സ്ട്രെയിറ്റ് എന്റെ തുറന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പൊ ഞാൻ അടക്കമുള്ളവർ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുമ്പോഴും ഈ സൈക്കോ ഫാൻസിയിൽ വീണു പോയാൽ ജനാധിപത്യം അവിടെ തീർന്നില്ലേ? അംബേദ്കർ തന്നെ പറഞ്ഞത് എന്താ? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രശസ്തിയിലോ ആ വ്യക്തിയുടെ മാഹാത്മ്യത്തിലോ നമ്മൾ കണ്ണുടക്കി നിന്നാൽ അവിടെ ജനാധിപത്യം അവസാനിക്കുമെന്നല്ലേ? എന്തിന് KK ശൈലജ ടീച്ചർ അവസാനിപ്പിക്കണം? പുതിയൊരാൾ വരട്ടെ, വീണ ജോർജ് വരട്ടെ, അല്ലെങ്കിൽ പ്രൊഫസർ R ബിന്ദു വരട്ടെ, ചിഞ്ചുറാണി വരട്ടെ. കേരളത്തിന്റെ സമ്പന്നമായിട്ടുള്ള ആരോഗ്യ നിര ഈ കോവിഡിനെ പ്രതിരോധിച്ച് പിടിച്ചു കെട്ടാൻ ഈ പുതിയ മന്ത്രിക്കൊപ്പം നിൽക്കും. നമ്മൾ അങ്ങനെയല്ലേ കാണേണ്ടത്? അതിപ്പം ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റിൽ തന്നെ ഡോക്ടർ എത്തിയിട്ട് എന്നോടത് ചോദ്യമായിട്ട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാനിത് തന്നെയല്ലേ പറഞ്ഞത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി, അത് സഖാവ് പിണറായി വിജയന് ശേഷം കേരളത്തിൽ എന്താ പ്രളയം സംഭവിക്കുവാൻ പോവുകയാണോ? അതല്ലെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറിന് ശേഷം എന്താ കേരളത്തിൽ പ്രളയം സംഭവിക്കുവാൻ പോവുകയാണോ? അതൊന്നുമല്ല. ഇതൊരു വലിയ വിശാലമായ ജനാധിപത്യ പ്രക്രിയയാണ്. ഈ ജനാധിപത്യ പ്രക്രിയയിൽ കോൺഗ്രസുകാർക്ക് ബോധ്യപ്പെടുന്നില്ലല്ലോ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഇപ്പോൾ നടക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോഴും മാറിയിട്ടില്ല. A ഗ്രൂപ്പ് വേണോ I ഗ്രൂപ്പ് വേണോ? പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ പോലും പറ്റാത്ത ഒരു പാർട്ടിയായി മാറുന്നില്ലേ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ? അവിടെയാണ് പുതുമുഖങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാർട്ടിക്കുള്ളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് ഒരു നേതാവ് പോലും പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല ഇന്നേവരെ. ഇത് കോൺഗ്രസിലായിരുന്നെങ്കിലോ? ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടിയെ കോൺഗ്രസിന്റെ വിപ്പാക്കി മാറ്റുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ.
ശ്രീ ഉമ്മൻചാണ്ടി സാറിനോളം ഒക്കെ കെ ശൈലജയെ താങ്കൾ ഉപമിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. അതൊക്കെ താങ്കളുടെ വ്യക്തിപരമായ സൗകര്യങ്ങളും തീരുമാനമാണ്. ഞാൻ ഇതിന് മറുപടി പറയണമെങ്കിൽ CPM-നകത്തെ ഞാൻ CPM-നകത്തെ അത് നമ്പർ 2 കെ ശൈലജ അല്ലായിരുന്നല്ലോ, നമ്പർ 2 EP ജയരാജൻ അല്ലായിരുന്നു. മത്സരിക്കാരെ EP ജയരാജൻ അനുവദിച്ചില്ല. ഇതിനകത്ത് അത് EP ജയരാജൻ വളരെ സന്തോഷത്തോടു കൂടി സംഘടനാ പ്രവർത്തനം എന്ന രീതിയിൽ ഏറ്റെടുത്തു. അല്ല ഡോക്ടർ അരുണ, ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഞാനൊരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാവർക്കും, എൻ്റെ അഭിപ്രായത്തിന് വരെ സ്പേസ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ്. റഹീമിന് ഒരു പ്രസ്താവന അങ്ങനെ പിണറായി വിജയനെതിരെ ഇറക്കുവാനായിട്ടുള്ള ഒരു അതിനെപ്പറ്റി ആലോചിക്കുവാനുള്ള ധൈര്യമെങ്കിലും ഉണ്ടോ? ആ ധൈര്യം ആ പാർട്ടിയെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ രാഹുൽ. ആ പാർട്ടിയിലെ ഡെമോക്രാറ്റിക് സെൻട്രലിസം വർക്ക് ചെയ്യുന്നത് ഓരോ തട്ടിലും വിമർശനം ഉന്നയിക്കാനും ആ വിമർശനങ്ങൾ മുകളിലെ തട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ളതാണ്. നടക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പാർട്ടിക്ക് അങ്ങനെ ഒരു സംഘടനാ രീതിയുണ്ട്. പക്ഷേ ഇവിടെ എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഈ CPM എടുത്ത നിലപാട് കണ്ടിട്ട് എന്തെങ്കിലും അതിൽ നിന്ന് പഠിക്കാനുണ്ടോ എന്നൊരു അക്കാഡമിക് ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിൽ രാഹുലിന്റെ അഭിപ്രായം എനിക്ക് കിട്ടി. കാര്യം CPM-ന്റെ ഒരു മാതൃകയല്ല കോൺഗ്രസിനുള്ളത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ഗ്രൂപ്പുകൾ, ഇതെല്ലാം ജനാധിപത്യത്തിന്റെ കരുത്തായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ തിരിച്ചു വരാം രാഹുൽ. അതിനുമുമ്പ് എനിക്ക് PR ശിവശങ്കറിലേക്ക് കൂടി പോയി. PR ശിവശങ്കർ, കേരളത്തിലെ ഏറ്റവും ശക്തമായ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന പേരെടുത്ത് അന്തർദേശീയ മാധ്യമങ്ങളിൽ തിളങ്ങി നിന്ന നീതി ആയോഗിന്റെ സർട്ടിഫിക്കറ്റ് അടക്കം നേടിയ ഒരു വകുപ്പിനെ ഹെഡ് ചെയ്ത കെ ശൈലജ ടീച്ചറാണ് ഇപ്പോൾ ഈ മന്ത്രിസഭയ്ക്ക് പുറത്തേക്ക് നിൽക്കുന്നത്. ഇത് ഈ പാർട്ടി പുതുമുഖങ്ങൾക്ക് അവസരം നൽകാനെടുത്ത മാനദണ്ഡത്തിന്റെ കരുത്തായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. കെ ശൈലജ ടീച്ചറിനെ മാറ്റി നിർത്തിയത് പിണറായി വിജയന്റെ പിണറായിസത്തിന്റെ തുടക്കമായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പിണറായിക്ക് ബാധകമല്ലാത്ത മാനദണ്ഡം പിണറായി വിജയൻ കെ ശൈലജ ടീച്ചറിന് നൽകി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ എൻഡ് റിസൾട്ടായി നമ്മുടെ മുന്നിൽ 21-ൽ 18 പേരും ഫ്രഷ് യങ് ബ്ലഡ്സ് ആണ്. അവരെത്തുന്നത് ഈ സംസ്ഥാനം വളരെ ക്രിട്ടിക്കലായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിലുമാണ്. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് ശിവശങ്കർ എന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി കാണുന്നത്? ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ കോൺഗ്രസ് സുഹൃത്ത് പറഞ്ഞത് ഈ പിണറായിക്കും ഉമ്മൻചാണ്ടിക്കും എതിരെ അതിനുശേഷം പ്രളയമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നെഹ്റു കുടുംബത്തിലേക്ക് അത് പറയുവാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ഈ പറയുന്ന ബിംബാരാധനയോ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യമോ ഒക്കെ ഉണ്ട്. അത് ഇവിടെ പിണറായി ആണെങ്കിൽ അവിടെ നെഹ്റു ആണെന്നും വേണമെങ്കിൽ ഞങ്ങൾക്കെതിരെ നരേന്ദ്രമോദി എന്നും വേണമെങ്കിൽ പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. പക്ഷെ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ ശൈലജ ടീച്ചറിന്റെ കാര്യം നമ്മൾ ഈ പറയുന്ന ചെറിയ വ്യാഖ്യാനങ്ങളിൽ ഒതുക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ വിശ്വാസം, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ, ഇതെല്ലാം ഒരു ഭരണകൂടത്തിൽ ഒരു വ്യക്തിയുടെ നേരെയാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവരുടെ പ്രതീക്ഷ, അവരുടെ വിശ്വാസം, ഇതെല്ലാം പ്രത്യേകിച്ച് പാൻഡമിക് സമയത്ത് അതിനെ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ശരിയല്ല. കാരണം ജനങ്ങൾ ഈ പ്രത്യേക കാലഘട്ടത്തിൽ ജീവിക്കുവാനും അവർക്ക് മുന്നോട്ട് പോകുവാനുമുള്ള അവർക്ക് പരിചിതമായ ഒരു മുഖം, അതിലുള്ള വിശ്വാസം, ഇതെല്ലാം പ്രശ്നമാണ്. കാരണം നമ്മളിപ്പോ ഈ കാലഘട്ടത്തിൽ പറയുന്നത് പോലെ എല്ലാം പാർട്ടിയാണ്. പണ്ടെല്ലാം പാർട്ടി ചിഹ്നം മാത്രമായിരുന്നു, പാർട്ടിയുടെ മുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പാർട്ടിയുടെ മുഖം വെക്കുന്നത് വ്യക്തിപരമായ ആരാധന പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞു. കാരണം വ്യക്തികൾക്കാണ് വോട്ട് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ, ഒരു സംശയവുമില്ല, ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് പൂർണ്ണമായും ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി, അവർക്ക് കഴിവുകൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, അവരോട് എനിക്ക് എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ വിശ്വാസം ഒരു പരിധി വരെ അവർ ആർജിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇടതുപക്ഷ നേതാക്കളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുയായികളുടെ വലിയ പിന്തുണ അവർക്കുണ്ടായിരുന്നു. മറ്റ് മന്ത്രിമാർക്കില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും മറ്റു പല മന്ത്രിമാരെ നമുക്കറിയാം. ഇപ്പൊ ജലീലിനായാലും അതുപോലെ തന്നെ ഇവിടെ അതേപോലുള്ള മറ്റു പല നേതാക്കൾ, ശശീന്ദ്രനെ ഇതൊക്കെ മാറ്റുമ്പോൾ ആർക്കൊക്കെ പ്രശ്നമില്ല. ഇത് വ്യക്തിപരമായി അവർക്ക് ടീച്ചർക്ക് ജനങ്ങളോടുള്ള ഒരു പിന്തുണ, ജനങ്ങളോടുള്ള ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വലിയ ഒരു ശക്തി. രണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഏകാധിപത്യത്തിന്റെ തിരനോട്ടമാണെന്ന് എങ്കിലും സംസ്ഥാനത്തെ പല ഇടതുപക്ഷ നേതാക്കളും വ്യക്തിപരമായി എന്നോട് പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു പിണറായിയും പിള്ളേരുമായിരിക്കും അടുത്ത ഭരണമെന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാവിനെ എനിക്കറിയാം. അപ്പോൾ ഇത് തീർച്ചയായും ഒരു ഭീതി ഉളവാക്കുന്നു ഇടതുപക്ഷ നേതാക്കൾക്കാണ്. ഞങ്ങൾക്ക് സന്തോഷമാണ്, കാരണം ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയ ദാരിദ്ര്യത്തിന്റെ ഒരു പൂർണ്ണ ലക്ഷണമാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഏത് കാലഘട്ടത്തിലാണ് പെർഫോമൻസിന് CPM-ൽ വലിയ പിന്തുണ കിട്ടിയിരുന്നത് അല്ലെങ്കിൽ പ്രാതിനിധ്യം കിട്ടിയിരുന്നത്? നമുക്ക് എത്രയോ വർഷങ്ങളായി ചടയൻ ഗോവിന്ദൻ എന്നുള്ള മഹാനായ ഒരു നേതാവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നു. അഴിമതി ഉണ്ടായിരുന്നില്ല. CPM-ന്റെ ഉള്ള നേതാവായിരുന്നു. പക്ഷെ പോളിറ്റ് ബ്യൂറോ ഉണ്ടായിരുന്നില്ല.
അതുമാത്രമാണോ? എം വി രാഘവന്റെ ഒരു പ്രതാപകാലത്ത് പോലും അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് KR ഗൗരിയമ്മയും കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞാല് ഈ പറയുന്ന പുത്തലത്ത് നാരായണനും ചാത്തുണ്ണി മാഷും PK ചക്രപാണിയും ഗൗരിയമ്മ അടക്കമുള്ള ആളുകൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാതെ ആ കാലഘട്ടത്തിലെ ഒരു പ്രധാന നേതാക്കളെല്ലാം ഒതുക്കി വെച്ചിരുന്നു എന്നുള്ള ധാരണ അന്നേയുണ്ട്. അപ്പൊ CPM-ല് ഇത്തരത്തിൽ കഴിവുള്ള ആളുകളെ ഒതുക്കി തെരപ്പുറത്ത് മാറ്റി കുത്തിവെക്കുക എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. അല്ല, പക്ഷേ ശിവശങ്കരി, കഴിവുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ 2016 ഈ KK ശൈലജ ടീച്ചർ വരുന്ന സമയത്ത് നിങ്ങൾക്കാർക്കും KK ശൈലജ ടീച്ചറിനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നില്ലല്ലോ. ഈ വിദ്യുത് ശക്തി വകുപ്പിന്റെ ചുമതലയേൽക്കാനായിട്ട് MM മണി ഇടുക്കിയിൽ നിന്ന് വണ്ടി കയറുമ്പോൾ പലരും വിമർശിച്ചത് കേട്ടു. ഈ മന്ത്രി എങ്ങനെയാണ് വിദ്യുത് ശക്തി വകുപ്പിനെ നേരെയാക്കാൻ പോകുന്നത്? വിദ്യാഭ്യാസമില്ലാത്ത മന്ത്രി എന്ന രീതിയിൽ കൊട്ടിഘോഷിച്ചു ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില ചേട്ടന്മാർ. അവർക്കെല്ലാം മറുപടി കൊടുത്തുകൊണ്ടാണ് MM മണി 33,000-ലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുന്നതും കേരളത്തെ വൈദ്യുതി മിച്ചമുള്ളൊരു സംസ്ഥാനമാക്കി മാറ്റുന്നതും. അപ്പോൾ മികച്ച പെർഫോമൻസ് ഉള്ളവർ ഈ പാർട്ടിയിൽ അധികം ഉള്ളതുകൊണ്ട്, ഈ പാർട്ടിക്ക് ആ പാർട്ടിയിലെ അണികളിൽ വിശ്വാസമുള്ളതുകൊണ്ട് പുതിയൊരു നിരയെ വളർത്തിയെടുക്കുകയാണ്. ഈ ഒരാൾക്ക് ശേഷം പ്രളയം എന്ന സങ്കല്പത്തിൽ ഈ പാർട്ടി വിശ്വസിക്കാത്തത് കൊണ്ടാണെന്നാണ് പാർട്ടി പറയുന്നത്. അല്ലാതെ അമിത്ഷാ നരേന്ദ്രമോദി ഫാൻസ് കോമ്പിനേഷന്റെ ഒരു ഭരണമല്ലല്ലോ, ആ രീതിയല്ലല്ലോ പിന്തുടരേണ്ടത് എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. ജനാധിപത്യത്തിൽ അതല്ലേ ശരി, PR ശിവശങ്കർ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർട്ടിയിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. പാർട്ടിയിലും കഴിവുള്ള ആളുകളെ അല്ലെങ്കിൽ പ്രൂവ് ചെയ്ത ആൾക്കാരെ ഇവർ നിയന്ത്രിച്ചിരുന്നു, ഒതുക്കിയിരുന്നു എന്നുള്ളതിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഒരു ജനാധിപത്യത്തിന്റെ വിജയമെന്നോ അല്ലെങ്കിൽ ഒരു റീഷഫിൾ എന്നോ യുവ ആളുകൾക്ക് മുന്നേറ്റം നൽകുന്നുവെന്നോ എന്നുള്ള ധാരണയല്ല, മറിച്ച് തനിക്ക് നിയന്ത്രിക്കാവുന്ന ഒരു പ്രത്യേക ഭരണകൂടത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് CPM-ന് ഗുണകരമെന്ന് അവർ വിശ്വസിക്കുന്നു. ശരി, VPP മുസ്തഫ നമുക്കൊപ്പം ഉണ്ട്. ശ്രീ PR ശിവശങ്കർ, VPP മുസ്തഫ, അല്പം വൈകിയാണ് താങ്കളെ ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കാൻ കഴിഞ്ഞത്. കാരണം നേരത്തെ AKG സെന്റർ നമുക്ക് നൽകിയിരുന്ന ഒരു നേതാവിന് വളരെ പെട്ടെന്ന് ആകസ്മികമായി ചില അസുഖം വന്നത് കാരണമാണ് ചർച്ചയുടെ തുടക്കത്തിൽ എനിക്ക് CPM പ്രതിനിധി ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത്. എങ്കിലും VPP മുസ്തഫ ഈ വൈകിയ വേളയിൽ എത്തിയതിന് നന്ദി ആദ്യമേ അറിയിക്കുന്നു. പുതിയ മന്ത്രിസഭയ്ക്കുള്ള എല്ലാ ആശംസകളും നേരുന്നതിനോടൊപ്പം ഒരൊറ്റ സംശയം മാത്രമേ ബാക്കിയുള്ളൂ. KK ശൈലജ ടീച്ചറിനെ മാറ്റി നിർത്തിയത് എന്തിനാണ്? അല്ല, ഇന്ന് ഉച്ചയ്ക്ക് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അരുൺകുമാർ എത്രയോ തവണ പാർട്ടി നേതാക്കൾ അത് വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാം ചാനലിലൂടെ അത് ഏറെ ചെയ്യപ്പെട്ടു, ആളുകൾ കേട്ടിട്ടുണ്ട്, ആളുകൾ വളരെ കൃത്യമായിട്ട് അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. പാർട്ടിയുടെ ഒരുവിധപ്പെട്ട നേതാക്കളെല്ലാം ആ കാര്യങ്ങൾ പ്രതിപാദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തൊഴിവാക്കലാണ് ഉണ്ടായിട്ടുള്ളത്? ഒഴിവാക്കണമെങ്കിൽ ആദ്യം അവരെ കൂട്ടിച്ചേർത്തിരിക്കണ്ടേ? രണ്ടാം പിണറായി സർക്കാരിന്റെ CPM-ന്റെ മന്ത്രിമാരായിരിക്കണം എന്ന തീരുമാനം എടുക്കുന്നത് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയും ചേർന്നിട്ടാണ്. അങ്ങനെ തയ്യാറാക്കിയ ലിസ്റ്റിൽ ശൈലജ ടീച്ചർ ഉണ്ടായിരിക്കുകയും എന്നിട്ട് ആരെങ്കിലും ഇടപെട്ട്, ഏകാധിപത്യ സ്വഭാവമുള്ള ഏതെങ്കിലും നേതാവ് ഇടപെട്ട് അവരെ അങ്ങ് ഒഴിവാക്കിയതാണോ? അപ്പൊ ഒഴിവാക്കി എന്ന പ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ ജനാധിപത്യപരമല്ല. കാരണം അവരെ രണ്ടാം പിണറായി സർക്കാരിൽ ആരും ഉൾപ്പെടുത്തിയിട്ടില്ല. ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലല്ലേ ഒഴിവാക്കി എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ. ഞാൻ ആ ചോദ്യം പിൻവലിച്ച് ഈ ചോദ്യം ഇങ്ങനെയാക്കുന്നു. എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് MM മണിയെ ഉൾപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് TP രാമകൃഷ്ണനെ ഉൾപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് KT ജലീലിനെ ഉൾപ്പെടുത്തിയില്ല? ഇവരെല്ലാം കഴിഞ്ഞ മന്ത്രിസഭയിലെ ഇതേപോലെ ജയിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. TP രാമകൃഷ്ണൻ നയിച്ച മന്ത്രിസഭയിലെ വകുപ്പിന്റെ പ്രശസ്തിയോ വകുപ്പിന്റെ പെർഫോമൻസോ പറഞ്ഞുകൊണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ഉം ഇടതുമുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. KK ശൈലജ ടീച്ചറിനെയും കോവിഡ് പ്രതിരോധത്തെയും നിപ്പയെയും ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിനെ CPM നേരിട്ടത്. മട്ടന്നൂരിൽ കിട്ടിയ 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം KK ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പിന്റെ തലപ്പത്തുണ്ടാകുമെന്ന വിശ്വാസത്തിൽ കൊടുത്തതല്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു പാർട്ടിയുടെ വിപ്പായി മാത്രം പ്രവർത്തിക്കാനുള്ളതാണോ KK ശൈലജ ടീച്ചറിന്റെ അനുഭവ സമ്പത്ത് എന്നതാണ് ചോദ്യം. KK ശൈലജ ടീച്ചർ തീർച്ചയായിട്ടും ഏറ്റവും പെർഫോം ചെയ്തിട്ടുള്ള, അതിന്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള കഴിഞ്ഞ 5 വർഷത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ആരോഗ്യവകുപ്പ് മാത്രമല്ല, സാമൂഹ്യക്ഷേമം ഉൾപ്പെടെയുള്ള അവർ കൈകാര്യം ചെയ്ത എല്ലാ വകുപ്പിലും ഏറ്റവും മികച്ച നേട്ടമാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ നിലയിൽ വലിയ നിലയിലുള്ള സ്വീകാര്യത നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് ശൈലജ ടീച്ചർ. മട്ടന്നൂർ പോലെ ഒരു മണ്ഡലം കഴിഞ്ഞ തവണ തന്നെ 2016 VP ജയരാജൻ മത്സരിച്ചപ്പോൾ തന്നെ 40,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ ഇന്നത്തെ അനുകൂലമായ അന്തരീക്ഷത്തിൽ 60,000-ലേറെ കയറിപ്പോയി. എന്നാൽ ഉടുമ്പൻചോല പോലെ ഒരു മണ്ഡലം, പലപ്പോഴും വലതുപക്ഷത്തെ വലിയ നിലയിൽ ജയിപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലം,
പല ചാനലുകളും ഇത്തവണത്തെ അഭിപ്രായ പോളുകളിലും എക്സിറ്റ് പോളിലും MM മണി തോൽക്കുമെന്ന് പറഞ്ഞ മണ്ഡലത്തിൽ 35,000-ലേറെ വോട്ടിൽ മത്സരിച്ച് ജയിച്ച MM മണി എന്തുകൊണ്ട് അയോഗ്യനാവുന്നു? എന്തുകൊണ്ട് ആ ചോദ്യം വരുന്നില്ല? MM മണിയുടെ പെർഫോമൻസ് എവിടെയാണ് മോശമായിരുന്നത്? 3 പ്രളയകാലം, ആ പ്രളയകാലത്ത് കേരളത്തിലെ വൈദ്യുതി മേഖല നേരിട്ട ഏറ്റവും അപകടകരമായ അവസ്ഥ. പക്ഷെ ഒരു ദിവസം പോലും മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങാതെ കൃത്യമായിട്ട് ആ അപകട സന്ധിയിൽ പോലും കേരളത്തിന്റെ വൈദ്യുതി വിതരണ മേഖലയെ സംരക്ഷിച്ചെടുത്തു. നേരത്തെ പലപ്പോഴും കമ്മി സംസ്ഥാനമായി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും വേണ്ടി വന്നിരുന്ന കേരളത്തെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കി മാറ്റിയെടുത്തു. എന്നിട്ട് ഉടുമ്പൻച പോലെ വലതുപക്ഷത്തിന് ഇടുക്കി പോലെ ഒരു ജില്ലയിൽ വലതുപക്ഷത്തിന് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ ചർച്ച ചെയ്യാത്ത? അദ്ദേഹം കറുത്ത നിറക്കാരനായതുകൊണ്ടാണ്. അതിനൊരു കാരണമുണ്ട്. KK ശൈലജ ടീച്ചർ കേവലം ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രമായിരുന്നില്ല. കേരളത്തിൽ നിന്ന് ഒരു വനിതാ മന്ത്രി ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന് BBC-യിൽ തന്റെ പ്രവർത്തനത്തിന്റെ ശ്ലാഘിക്കപ്പെട്ടതിന്റെ പേരിൽ പോയി അന്തർദേശീയ ശ്രദ്ധ ആകർഷിച്ചു എന്നത് എന്നെയും VPP മുസ്തഫയും ഈ പാനലിരിക്കുന്ന മുഴുവൻ ആൾക്കാരേക്കും അഭിമാനകരമായ ഒന്നായിരുന്നു. ഞങ്ങളുടെ ഒരു വനിതാ മന്ത്രി എന്ന നിലയിൽ കൂടിയാണ് വനിതാ മന്ത്രി എന്ന് പറയാനുള്ള കാരണമുണ്ട്. കാരണം ഇന്ന് മാറി മാറി ഈ സർക്കാരുകൾ മുന്നണികൾ ഭരിച്ചിട്ടും 8 വനിതാ മന്ത്രിമാരെ മാത്രം ഉൾപ്പെടുത്തിയ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലാണ് KK ശൈലജ ടീച്ചർ ഒരു താരമായും ഉദിച്ചു നിൽക്കുന്നത്. KK ശൈലജ ടീച്ചറിന്റെ പ്രശസ്തി പിണറായി വിജയനോളം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ടീച്ചറമ്മ എന്ന് ജനങ്ങൾ വിളിച്ച KK ശൈലജ ടീച്ചറിന് കൂടിയാണ് അവർ വിധി രേഖപ്പെടുത്തിയത്. ആ ജനഹിതം ശൈലജ ടീച്ചറിന്റെ കൂടി ഒരു വിഹിതം ഈ ജനഹിതത്തിൽ ഉണ്ട് എന്ന് പാർട്ടി മനസ്സിലാക്കാതെ പോയി എന്നതാണ് ആക്ഷേപം. തീർന്നില്ല. ഈ KK ശൈലജ ടീച്ചറിനെ കൂടി ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ മന്ത്രിസഭയിൽ ചരിത്രത്തിൽ ഇതാദ്യമായി 4 മന്ത്രിമാർ വനിതാ മന്ത്രിമാരുണ്ടാകുമായിരുന്നു ഈ LDF-ന്. അത്ര വലിയ നമ്പറല്ല 4, 500-ന്റെ അത്ര വലുതല്ല 4 എങ്കിൽ പോലും ഈ 4 മന്ത്രിമാരുടെ വലിപ്പം ആ അർത്ഥത്തിൽ കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ചരിത്രമാകുമായിരുന്നു. ആ അവസരം നിഷേധിച്ചു VPP മുസ്തഫ. അതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ MM മണിയെ കുറിച്ച് ചോദിക്കാത്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം. MM മണിയേക്കാൾ ഈ മന്ത്രിസഭയിലെ ഒരു വനിതാ പ്രാതിനിധ്യം കൂടുമായിരുന്നു എന്ന പോയിന്റ് എന്തുകൊണ്ട് കാണുന്നില്ല VPP മുസ്തഫ? ഒരു വനിത മാത്രം ദീർഘകാലമായിട്ടുണ്ടായിരുന്ന കേരളത്തിലെ മന്ത്രിസഭാ പാറ്റേണുകളിൽ 2 വനിതാ മന്ത്രിയെ കൊണ്ടുവന്നത് ഈ കഴിഞ്ഞുപോയ LDF ഗവൺമെന്റ് ആണ്. ആ 2-ൽ നിന്ന് ഇത്തവണ 3 മാറ്റി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി 3 വനിതകളുള്ള ഒരു മന്ത്രിസഭ വന്നിരിക്കുന്നു. അത് തന്നെ ഈ 2ാം പിണറായി ഗവൺമെന്റിനുള്ള വലിയ അംഗീകാരമായി വനിതകൾക്ക് നൽകിയ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ വലിയ അംഗീകാരമായിട്ട് മാറുന്നു. ജയിച്ചു വന്ന 11 MLA-മാരിൽ 10 പേരും ഇടതുപക്ഷത്തിന്റെ ആളുകളായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ നിയമസഭയിലും ജയിച്ചു വന്നിരുന്ന എല്ലാ വനിതാ MLA-മാരും ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു. വലതുപക്ഷത്തിന് ഒരു വനിതാ MLA പോലും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ വനിതകളുടെ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ല റെക്കോർഡ് ഈ ഗവൺമെന്റ് കൂടി 2ാമത്തെ LDF ഗവൺമെന്റ് കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 4 ആക്കാത്തത് കൊണ്ട് LDF ഗവൺമെന്റിന്റെ വനിതാ പ്രാതിനിധ്യത്തെ കുറിച്ച് ആളുകൾക്കോ സമൂഹത്തിലോ ഒരു തരത്തിലുമുള്ള തർക്കമോ സംശയങ്ങളോ ഉണ്ടാകുന്നില്ല. വനിതകൾക്ക് കൊടുത്തിട്ടുള്ള പരിഗണനയിൽ വലിയ നിലയിൽ തന്നെയാണ്. അത് 4 ആയില്ല എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കുറവ് വരുത്തി എന്നുള്ള ഒരു തർക്കവും ഉണ്ടാകുന്നില്ല. VPP മുസ്തഫ, എന്റെ ഒരു കൺസേൺ, ഈ പാർട്ടി ഇത്തവണ വെച്ച ആ മാനദണ്ഡത്തിന്റെ ലോജിക്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഉൾപ്പെടാതെ പോയത്? ആദ്യം തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം തുടർച്ചയായി ഒരു തവണ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. ഒരു തവണ മത്സരിച്ച MLA ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് 2ാം തവണയും മത്സരിക്കാൻ അവസരം കിട്ടിയത്. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ നയം 2016-ലും പാർട്ടി തുടർന്നാൽ, 2026-ലും പാർട്ടി തുടർന്നാൽ ഒരുപക്ഷെ പിണറായി വിജയൻ അന്ന് മത്സരിക്കാൻ ഉണ്ടാകണമെന്നില്ല. അല്ല, ഒരുപക്ഷെ എന്നതിലാണ് ഇതിനകത്ത് നമ്മളുടെ ഈ ചോദ്യങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പോൾ അത് ഒരുപക്ഷേ ആവുന്നു. കാരണം അല്ലല്ല, എന്തുകൊണ്ടെന്ന് അറിയോ? 2026-ൽ CPIM അന്നെന്ത് നിലപാടെടുക്കുമെന്ന് എനിക്ക് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. 2021-ൽ എത്തുമ്പോൾ പിണറായി വിജയൻ തനിക്ക് അനുകൂലമായ രീതിയിൽ പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ മാറ്റൂ എന്നതാണ് വിമർശനം. കാരണം പാർട്ടി തന്നെ നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡം അനുസരിച്ച് പുതുമുഖങ്ങൾക്ക് ഈ മന്ത്രിസഭയിൽ അവസരം കൊടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ആ തീരുമാനമെടുത്ത മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരുകയും മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ പ്രശസ്തി ഉണ്ടായിരുന്ന KK ശൈലജ ടീച്ചറിനെ ഇളവ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ആ മാനദണ്ഡത്തിലെ ഇളവ് മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ ആ ഇളവിന് KK ശൈലജ ടീച്ചർ ബാധകമല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ പ്രത്യേക കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരൊരു വനിതയാണ് എന്നതുകൊണ്ടാണ്. വനിതകൾക്ക് കാലങ്ങളായി നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഇടങ്ങളേ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്.
അതുകൊണ്ടാണ് കേരളത്തിലെ ഇടത് സിമ്പതൈസേഴ്സായ ഇടത് സഹയാത്രികരായ വനിതകൾ പെണ്ണിനെന്താ കുഴപ്പമെന്ന കെ ശൈലജ ടീച്ചറിന്റെ ഷാജിയോടുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത്. പെണ്ണിനെന്താ കുഴപ്പം? ആ ചോദ്യം ഇപ്പോൾ നിങ്ങളെ വലച്ചു തുടങ്ങുന്നത് ആ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്നതിന്റെ കാരണം ഈ ലോജിക്ക് മുഖ്യമന്ത്രിക്ക് ബാധകമല്ലാത്തത് കൊണ്ടാണ്. മുഖ്യമന്ത്രിക്ക് എക്സെപ്ഷൻ ഉണ്ട്, അത് കെ ശൈലജ ടീച്ചറിനില്ല. ഇതല്ലേ ആണധികാരത്തിന്റെ പ്രതിഫലനം? പെണ്ണും കർത്തവനുമെല്ലാം എല്ലാ കാലത്തും സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന സാമൂഹ്യ ക്രമം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിപ്പോ മാത്രമല്ല, 1957 മുതൽ കേരളം അത് കാണുന്നുണ്ട്. അങ്ങനെ ചിലരെയെല്ലാം അന്ന് പെണ്ണിനെയും പിന്നോക്കക്കാരെയും കറുത്തവരെയും എല്ലാം കേരളത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ കൊണ്ടുവന്നപ്പോ അങ്ങനെയുള്ളവരെ കേരളത്തിലെ വലതുപക്ഷം എങ്ങനെയാണ് സംബോധന ചെയ്തത് എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെ ചരിത്രം അറിയുന്ന അരുൺകുമാറിനും ബോധ്യമുള്ള കാര്യമാണ്. ചാത്തൻ കൂട്ടാൻ പോകട്ടെ, മണ്ടാമുണ്ട മുണ്ടശ്ശേരി, അതുപോലെ തന്നെ ഗൗരി ചോത്തി, എന്തെല്ലാമാണ് അന്ന് തൊട്ട് ഇങ്ങനെ ദളിതരെയും കറുത്തവരെയും അതുപോലെ സ്ത്രീകളെയും എല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഇടതുപക്ഷം നേരിടേണ്ടി വന്നിട്ടുള്ള ആക്ഷേപം, കേരളത്തിലെ വലതുപക്ഷ യാഥാസ്ഥിതികത്വം അവരെ എങ്ങനെയാണ് നേരിട്ടുള്ളത് എന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും പയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. ശൈലജ ടീച്ചറെ എന്ന് പറയുന്ന ഒരു പ്രതീകത്തെ മുന്നിൽ നിർത്തിയിട്ട് CPM എന്തോ പിണറായിയുടെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു വൺ മാൻ ഷോ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കൂ, ഇന്ന് തന്നെ ഇപ്പോഴത്തെ AKG സെന്ററിൽ ഇത്രയും ജനാധിപത്യപരമായി ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ എല്ലാ അവകാശങ്ങളും നൽകിക്കൊണ്ട് CPIM-ന്റെ യോഗം ചേരുമ്പോൾ, അപ്പുറത്തെ MN മന്ദിരത്തിൽ CPI-യുടെ യോഗം ചേരുമ്പോൾ ഇന്ദിരാഭവനിലും ഒരു യോഗം നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് തന്നെ നടന്നു. ആ യോഗത്തിന്റെ എന്തെങ്കിലും ഒരു തീരുമാനം ഇന്നുണ്ടായോ? MN മന്ദിരത്തിൽ ചേർന്ന CPI-യുടെ യോഗത്തിന്റെ തീരുമാനമുണ്ടായി. AKG സെന്ററിൽ ചേർന്ന CPM യോഗത്തിന്റെ തീരുമാനമുണ്ടായി. എന്തേ അപ്പുറത്ത് ചേർന്ന 2 ഹൈക്കമാൻഡ് പ്രതിനിധികൾ നേരിട്ട് വന്ന ഇന്ദിരാഭവനിലെ യോഗത്തിന്റെ തീരുമാനം ഇല്ലാതെ പോയത്? അപ്പൊ എവിടെയാണ് ജനാധിപത്യമുള്ളത്? എവിടെയാണ് ഉൾപാർട്ടി അവകാശങ്ങളുള്ളത്? എന്നിട്ട് അവിടെ എങ്ങനെയാണ് പിണറായി വിജയന്റെ ഏകാധിപത്യമാണ് നടക്കുന്നത്, പിണറായി വിജയന്റെ വൺ മാൻ ഷോ ആണ് നടക്കുന്നതെന്ന് ഒരേ ദിവസം തിരുവനന്തപുരത്തെ 3 പാർട്ടി ഓഫീസിൽ അനുഭവം വെച്ചിട്ട് അതിനൊന്നും തർക്കമില്ല. ഈ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ പ്രതിപക്ഷ നേതാവ് ആര് എന്നതിനെ ചൊല്ലി ഗ്രൂപ്പും വെപ്പുകളാണ് നടക്കുന്നത്. അത് പാർട്ടിയുടെ ശക്തിയും ദൗർബല്യമാണെന്ന് നേതാക്കൾ തന്നെ പറയുന്നു. പക്ഷേ എന്റെ ചോദ്യം അതൊന്നുമല്ല. ഒരു മാനദണ്ഡം വെച്ചാൽ ആ മാനദണ്ഡത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഒരേപോലെ നീതി കൊടുക്കണ്ടേ? മാനദണ്ഡം വെച്ചയാൾക്ക് ആ മാനദണ്ഡം ബാധകമല്ലാതെ പോകുന്നു. എന്നാൽ അതേസമയം അതേ പ്രശസ്തിയുള്ള അതേ ജനപ്രീതിയുള്ള മറ്റൊരു മന്ത്രി ഈ മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിക്ക് എക്സെപ്ഷൻ കൊടുക്കുന്നുമില്ല, വനിതാ മന്ത്രി എന്ന നിലയിലുള്ള പരിഗണന കൊടുക്കുന്നില്ല. അതിനെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്നത് എന്നതാണ് എന്റെ ചോദ്യം. പൊതുജനങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ കെ ശൈലജ ടീച്ചർ ഏറ്റവും മികച്ച ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്, ശരിയാണ്. MM മണിയെ പോലെ, തോമസ് ഐസക്കിനെ പോലെ, G സുധാകരനെ പോലെ ഈ മന്ത്രിസഭയിൽ എടുത്ത് ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള മന്ത്രിമാരുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ അവരെക്കാൾ അപ്പുറം മാറ്റി നിർത്തുന്നത് ജയിച്ചു വന്ന ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മാത്രമല്ല ഒരു വനിതാ പ്രാതിനിധ്യം എന്ന നിലയിൽ കൂടിയാണ്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നതാണ് എന്റെ ചോദ്യം. ഇപ്പോഴും ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. കെ ശൈലജ ടീച്ചറിനെ ഒഴിവാക്കുമ്പോൾ നിങ്ങൾ ഒഴിവാക്കിയതൊരു വനിതാ പ്രാതിനിധ്യം കൂടിയാണ് എന്നതാണ് എന്റെ ചോദ്യം. ടീച്ചർ അമ്മ എന്ന ആദരവോടുകൂടി കേരളം ശൈലജ ടീച്ചറെ അംഗീകരിക്കാൻ ഇടയായിട്ടുള്ള ബഹുമതിയെ ഞാൻ നേരത്തെ പറഞ്ഞു. അത് മാനിക്കുന്നു ഈ പാർട്ടി, കേരളത്തിലെ ബഹുജന സമൂഹം മാനിക്കുന്നു. അത്ര തന്നെ പെർഫോമൻസ് നടത്തിയിട്ടുള്ളതാണ് ശ്രീ MM മണി. ഞാൻ നേരത്തെ താങ്കളത് ചോദിച്ചപ്പോ പറഞ്ഞു, കമ്പയർ ചെയ്തു. മട്ടന്നൂര് പോലെ ഇടതുപക്ഷത്തിന് നല്ല മുൻതൂക്കമുള്ള ഒരു മണ്ഡലത്തിൽ നേരത്തെ തന്നെയും 40,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ 60,000 കിട്ടിയത് തീർച്ചയായിട്ടും പ്രശംസാർഹമാണ്. എന്നാൽ ഉടുമ്പൻചോല പോലെ ഇടുക്കി ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ വലതുപക്ഷത്തിന്റെ കേദാരമായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ ഈ ഇത്തവണത്തെ ഒപ്പീനിയൻ പോളിൽ പോലും തോറ്റുപോകും എന്ന് പറഞ്ഞൊരു മണ്ഡലത്തിൽ ശ്രീ MM മണിയെ പോലെ കറുത്ത തൊലിയുള്ള ഒരു മനുഷ്യൻ, 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അടിസ്ഥാന വർഗത്തിൽ നിന്നുള്ള ഒരു മനുഷ്യൻ കേരളത്തിൽ 5 വർഷം ഏറ്റവും നല്ല നിലയിൽ വൈദ്യുതി മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കി വന്നപ്പോൾ അദ്ദേഹം 35,000-ലേറെ വോട്ട്, ഉടുമ്പൻചോലയിലെ 35,000 അരുണെ ഈ കൂത്തുപറമ്പിലെ മട്ടന്നൂരിലെ 60,000-ലേക്കാൾ വലുതാണ് എന്ന് ഞാൻ കരുതുന്നു ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ. അരുണിനും അത് മനസ്സിലാകുമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയതിൽ പ്രശ്നമില്ല. ഒരു കറുത്ത തൊലിക്കാരൻ എന്നെ മാറ്റി നിർത്താൻ പാടുണ്ടോ?
അല്ല, അതിനൊന്നും എനിക്ക് തർക്കമില്ല. എം എം മണി കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിരുന്നെന്നും എം എം മണിയെ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ മന്ത്രിസഭയുടെ മാറ്റു കൂടിയനെ എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതുകൊണ്ട് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തുന്നു എന്നതിന് നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നുമില്ല. എന്റെ ചോദ്യം ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നാണ്. ഒരുപക്ഷെ ഉമേഷ് ബാബുവിന് അത് കുറച്ചുകൂടി വിശദീകരിക്കാൻ സാധിക്കും. ഇടതുമുന്നണി സ്ത്രീ പ്രാതിനിധ്യത്തെ കരുതുന്നത് എങ്ങനെയാണ് കെ കെ ശൈലജ ടീച്ചറിനെ പിണറായി ടീം 2-വിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്? ഇതാണധികാരത്തിന്റെ കേരളത്തിലെ സമസ്ത മേഖലകളെയും ഗ്രസിച്ചിരിക്കുന്ന, രാഷ്ട്രീയത്തിലും ഗ്രസിച്ചിരിക്കുന്ന ആണധികാര പ്രത്യയശാസ്ത്രത്തിന്റെ തുടർച്ചയാണോ എന്ന് കൂടിയാണ്. ഇടതുചിന്തകൻ കെ സി ഉമേഷ് ബാബുവിലേക്ക്. ശ്രീ ഉമേഷ് ബാബു, 87-ൽ കെ ആർ ഗൗരിയമ്മ, 96-ൽ സുശീല ഗോപാലൻ, 2021-ൽ കെ കെ ശൈലജ എന്ന രീതിയിൽ ചിലർ സമീകരിച്ച് കാണുന്നുണ്ട്. അതിനു പിന്നിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം, താങ്കൾക്കറിയാവുന്നതുപോലെ. കാരണം വ്യത്യസ്തമായ രാഷ്ട്രീയ കാലാവസ്ഥയും രാഷ്ട്രീയ അന്തരീക്ഷവും തന്നെയാണ്, രാഷ്ട്രീയ സന്ദർഭങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ ആവർത്തിച്ച് VPP മുസ്തഫ പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറിനെ കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എം എം മണിയെക്കുറിച്ച് എന്താ നിങ്ങൾ സംസാരിക്കുന്നത് എന്നാണ്. ഞാൻ സംസാരിക്കുന്നത് ലിംഗസമത്വം കുറയുന്നു എന്ന വിഷയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശ്രീ ഉമേഷ് ബാബു. അതിനിയും ഈ CPM-ൽ അത്തരം ചർച്ചകൾ തുടങ്ങാത്തതിൻ്റെ, അത്തരം ചർച്ചകൾക്ക് വഴക്കമില്ലാത്തതിൻ്റെ പ്രതിഫലനമാണോ ഈ കെ കെ ശൈലജ ടീച്ചറിനെ മാറ്റി നിർത്തുമ്പോഴും നിങ്ങൾ എം എം മണിയെ നിങ്ങൾ എന്തുകൊണ്ട് ഉൾപ്പെടുത്താത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്ന ചോദ്യം ചോദിക്കുന്നത് ശ്രീ ഉമേഷ് ബാബു? അല്ല, ഈ ലിംഗസമത്വം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു പുതിയ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന പർവ്വതീകരണമാണ്. ഇതിപ്പോഴ് നിങ്ങള് ഗൗരിയമ്മയുടെ കാര്യം പറഞ്ഞാലും സുശീല ഗോപാലിനെ പോലുള്ള ഇവരൊക്കെ മരിച്ചിട്ടുള്ള ആളുകളാണ്. ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞാൽ CPM-നകത്തെ ഓരോ കാലത്തും ഉണ്ടായിരുന്ന സവിശേഷമായ അധികാര ഘടനയുടെ പുറത്താണ് ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുക. സത്യത്തില് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ വിശകലനങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുർഗതി എന്താ ചോദിച്ചു കഴിഞ്ഞാല്, സോഷ്യൽ മീഡിയയിലെ മിക്കവാറും പാതി കണ്ട ബുദ്ധിജീവികൾ ഉണ്ടാക്കി തീർക്കുന്ന സമവാക്യങ്ങളുടെ പുറത്താണ് പോകുന്നതെന്നുള്ളത്. സത്യത്തില് ഈ സമവാക്യങ്ങൾ എന്ന് പറയുന്നത് വെർച്വൽ ലോകത്ത് മാത്രം നിലനിൽക്കുന്നതാണ്. ജീവിച്ചിരിക്കുന്ന പാർട്ടികളിൽ, അത് കേരളത്തിലെ പാർട്ടി ആയാലും ഇന്ത്യയിലെ പാർട്ടി, ഇന്ത്യയിലെ സവിശേഷമായിട്ടുള്ള എല്ലാ പാർട്ടികളിലായിരുന്നാലും ഇത് അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് രാഷ്ട്രീയ കക്ഷി എന്ന് വിളിക്കുക. അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു സത്യം, വസ്തുതാപരമായ സത്യം, നിങ്ങൾ ലോകത്തിലെ ഏത് രാഷ്ട്രീയ കക്ഷി എടുത്താലും, കേരളത്തിലെ CPM-നെ എടുത്താലും, ഏത് പാർട്ടി എടുത്താലും, അത് അധികാരവുമായി ബന്ധപ്പെട്ട് മാത്രം നിലനിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്, ഒരു സ്ഥാപനമോ ഒരു പ്രക്രിയയുമാണ്. ഇങ്ങനെ ഒരു സാധനം നിലനിൽക്കുന്നത് അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ആഭ്യന്തര അധികാരം അതിനകത്തൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാല് കോൺഗ്രസിനെ ആവർത്തിച്ച് വലതുപക്ഷം എന്നാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ വിളിക്കുന്നത്. പക്ഷെ വാസ്തവത്തില് അതൊക്കെ പ്രശ്നം. സോഷ്യൽ മീഡിയ വലതുപക്ഷം, കോൺഗ്രസിന് എങ്ങനെയാണ് ഇന്നത്തെ 2021 എങ്ങനെയാണ് കോൺഗ്രസിന് വലതുപക്ഷം എന്ന് വിളിച്ചാൽ എവിടെയാണ് കാര്യങ്ങൾ പോയി വെച്ചാൽ അതിന് മാത്രം കൃത്യതയുള്ള പ്രശ്നമുണ്ട്. അങ്ങനെയല്ല രാഷ്ട്രീയത്തിലെ ഗൗരവമുള്ള വിശകലനങ്ങൾ അങ്ങനെയല്ല പോകേണ്ടത്. അപ്പൊ ഞാനത് സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ്. അപ്പോ CPM-നകത്ത് സവിശേഷമായ ഒരു അധികാര ഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ മന്ത്രിയാകാതിരിക്കുകയും അവർ മത്സരിക്കുകയും പിന്നെ മന്ത്രിയാവാതിരിക്കുകയും. ഇപ്പോ 2016 ഇങ്ങനെ ഒരു ചർച്ച ഞാൻ കേട്ടിട്ടേ ഇല്ല. മാതൃഭൂമിയിൽ വേണോ മറ്റോ അങ്ങനെ ഒരു ചർച്ച നടത്തിയപ്പോൾ ഞാൻ പങ്കെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. VS-നെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇലക്ഷൻ നേരിട്ടത് 2016. 140 മണ്ഡലങ്ങളിലും VS-ന്റെ ഫോട്ടോ അടിച്ചിട്ടാണ് എല്ലാവരും വോട്ട് ചോദിച്ചത്. എന്നിട്ട് VS മുഖ്യമന്ത്രി ആയില്ലല്ലോ. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ആഭ്യന്തര അധികാര ഘടനയിൽ VS അങ്ങേയറ്റം ദുർബലനായിരുന്നു. VS-നെ എടുത്ത് പുറത്തു വെക്കാം. ഇതാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത്. ഇപ്പോഴും ശൈലജ എടുത്ത് പുറത്തു വെക്കാം. ശ്രീമതി ശൈലജ എന്ന് പറയുന്ന എന്റെ പഴയ സുഹൃത്തിനെ എടുത്ത് പുറത്തു വെക്കാം. കാരണം ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ കോവിഡ്, നേരത്തെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനൊന്നും ഒരു വസ്തുതയില്ല. കാരണം ഡോക്ടർമാർ എപ്പോഴും രോഗികളെയാണ് കൂടുതൽ കാണുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ക്ലിനിക്കുകൾക്കൊക്കെ പുറത്ത് ഇരമ്പുന്ന ഒരു ജനജീവിതമുണ്ട്. എത്ര മാസങ്ങൾ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ, റവന്യൂ വകുപ്പ് മന്ത്രി പ്രതിമകളെ പോലെ ഇടത്തും വലത്തും ഇരുത്തിയിട്ടാണ് 10 ചാനലുകളിലൂടെ 1 മണിക്കൂർ ഈ മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുള്ളത്. അന്ന് നിലവിലുണ്ടായിരുന്ന പിണറായി വിജയന്റെ ആദ്യത്തെ മന്ത്രിസഭയിലെ അധികാര ഘടനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിണാമത്തെ കുറിച്ച് ഒരു മാധ്യമത്തിനും പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. എനിക്ക് അതിൽ അത്ഭുതമില്ല. കാരണം അന്നേ സംഭവിച്ചതാണ്. ഈ ഒതുക്കലുകൾ അന്ന് നടന്നാണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമില്ലേ, ആരോഗ്യവകുപ്പിന് ആരോഗ്യമില്ല, എന്നാലും കോവിഡ് പ്രതിരോധം നടക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന പഴയ ഈ പറയുന്ന അവിടുത്തെ സ്വാമിയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സ്ഥലത്ത് കോവിഡ് പ്രതിരോധം നടക്കുന്നുണ്ട്.
ഇത് ഗവൺമെന്റുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏത് ഉള്ളടക്കത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സങ്കീർണമായ ചില സംവിധാനങ്ങൾ ബ്യൂറോക്രസിയുടെ തലത്തിലും മറ്റുമായുണ്ട്. ഇതിനൊന്ന് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമേ മന്ത്രിമാർക്ക് പണിയുള്ളൂ എന്ന് യശസ്വരീനായ പഴയ CPM നേതാവ് ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാതിരുന്നു എന്ന് നിങ്ങളൊക്കെ ഇപ്പൊ പറയുന്ന MA മണിയേക്കാൾ അതിപ്രഗത്ഭനായിരുന്ന VK ഇൻഡിക്സ് തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സർക്കാരുകൾ പ്രവർത്തിക്കുക, ഇങ്ങനെയാണ് സർക്കാർ സംവിധാനം പ്രവർത്തിക്കുക. പക്ഷേ ഇതിൽ ആത്യന്തികമായി വിധി നിർണ്ണയിക്കുന്നത് ഇപ്പൊ കോൺഗ്രസിന് അധികാര തർക്കം എന്ന് പറയുന്നു. കോൺഗ്രസിന് തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ആങ്കർമാർ പരിഹാസപൂർവ്വം പറയുന്നു. എന്തുകൊണ്ടാണ് തീരുമാനം എടുക്കാൻ പറ്റാത്തത്? കോൺഗ്രസിന്റെ അകത്ത ഒരു ആഭ്യന്തര അധികാര ഘടനയുണ്ട്. ആ ആഭ്യന്തര അധികാര ഘടനയിൽ 2 ഗ്രൂപ്പോ, ഇപ്പൊ രാഹുലിനോട് ചോദിച്ചു നോക്കണം വേറെ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പല ഗ്രൂപ്പുകളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ അകത്ത് അധികാര സമവാക്യം, അതിനകത്ത് ആഭ്യന്തര അധികാര ഘടനയുടെ പ്രത്യേകതകൾ കൊണ്ടാണ് ഒരു ദിവസം ഈ പറയുന്ന ഇന്ദിരാഭവനിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീരുമാനം ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നത്. ഈ CPM-നകത്ത് ഉള്ള അധികാര ഘടനയുടെ സവിശേഷത കൊണ്ടാണ് ഒറ്റ മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ തീരുമാനവും വള്ളി പുള്ളി വിസർജനം വ്യത്യാസമില്ലാതെ ഉണ്ടായി തീരുകയും ചെയ്യുന്നത്. പഴയ കാലത്ത് ഇങ്ങനെ നടന്നിട്ടില്ല. VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ അധികാരത്തിന്റെ വേറൊരു ശൃംഖലയും ശ്രേണിയും ഒരു ഘടനയുമാണ് അതിനകത്ത് ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെയല്ല നടന്നത് എന്ന് അക്കാലത്തെ മാധ്യമ പ്രവർത്തനം നടത്തിപ്പോരുന്ന ഡോക്ടർ അരുൺകുമാർ ഇപ്പോഴെങ്കിലും ഓർക്കണം. അല്ല, അതിനകത്ത് സംശയമില്ല, അതിനകത്ത് യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. അത് ഞാൻ അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഈ ചർച്ചകളിലൊന്നും CPM-ന്റെ അധികാര ഘടനയോട് ഈ ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നീതി പുലർത്തുന്നത് എങ്ങനെയാണ് എന്നതാണ് എനിക്ക് അറിയാനുണ്ടായിരുന്ന ഒരു കൗതുകം. അത് എല്ലാ കാലഘട്ടങ്ങളിലും ഈ എണ്ണം പറഞ്ഞ ഞാനത് പറയാം. വൃന്ദാക്കാരായിട്ട് സ്വന്തമായി യുദ്ധം നടത്തിയിട്ട് പോലീസ് ഒരാളാണ്, നമുക്ക് ഓർമ്മയില്ലേ? യെസ്. അവിടുന്ന് CPM വളരെ ലിംഗസമത്വത്തിന്റെ കാര്യത്തിൽ വളരെ വളരെ പുരോഗതി പ്രാപിച്ചു എന്ന് തെളിയിക്കുന്ന ഒരു കാര്യവും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടന്നതായിട്ട് വസ്തുതാപരമായി എന്റെ ശ്രദ്ധയിൽ. ഞാൻ ആ പോയിന്റ് ഒന്ന് എടുക്കുകയാണ്. കാര്യം മറ്റ് അതിഥികളിലേക്ക് കൂടി പോകുന്നു. ശ്രീ ഉമേഷ് ബാബു പറഞ്ഞു നിർത്തിയ ആ പോയിന്റിൽ തന്നെയാണ് ഈ ചർച്ചയുടെ 2ാം ഘട്ടം ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നതും. ശ്രീ ഡോക്ടർ NM അരുൺ, നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെയാണ്. ഇതിനകത്തൊരു ലിംഗസമത്വത്തിന്റെ വിഷയം കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും ഒരു പുതുമുഖ നിരയെ അണിനിരത്തിയിരിക്കുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ് CPM ആവർത്തിച്ചു പറയുന്നത്. അത് ജനാധിപത്യത്തിന്റെ ചലനമായിട്ട് തന്നെ അവർ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴാണ് VPP മുസ്തഫ പറയുന്നത്, നേരത്തെ ഇപ്പോൾ ഉമേഷ് ബാബു പറഞ്ഞതുപോലെ CPM-ന്റെ ഉള്ളിലുള്ള ഒരു ആഭ്യന്തര അധികാര ഘടനയുമായി ചേർന്നു പോകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നത്. 87-ൽ വന്നതങ്ങനെ, 96-ൽ വന്നതങ്ങനെ, 2021-ൽ സംഭവിക്കുന്നതും 2016-ൽ അന്ന് ആഭ്യന്തര രാഷ്ട്രീയ അധികാരത്തിന്റെ പുറത്ത് മാത്രം ഉണ്ടായിരുന്ന VS അച്യുതാനന്ദൻ എങ്ങനെയാണ് പുറത്തേക്ക് മാറ്റപ്പെടുന്നതെന്നും നമ്മൾ കണ്ടതാണ്. ഇതിനെ എങ്ങനെയാണ് ആ അർത്ഥത്തിൽ വിശകലനം ചെയ്യുക എന്നതാണ് ചോദ്യം. ഒരു ലിംഗസമത്വപരമായിട്ട് ഇതിനെ വിശകലനം ചെയ്യുമ്പോഴുള്ള അപകടം. നമ്പർ 2, താങ്കൾ പറഞ്ഞ അതേ പ്രശ്നം തന്നെയാണ്. പുതുമുഖങ്ങൾ ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവായിട്ട് എത്തുന്നു. അവർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് ശഠിക്കുന്നത് ജനാധിപത്യത്തിന് കൊഞ്ഞനം കുത്തുന്നതിന് സമമല്ലേ? ജനാധിപത്യത്തിൽ എക്സ്പീരിയൻസസ് അല്ലല്ലോ വേണ്ടത്. ജനവിധി മാനിച്ചുകൊണ്ട് മാറ്റവും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നതല്ലേ ജനാധിപത്യത്തിന്റെ താത്വികമായ ശാസ്ത്രം തന്നെ. നമ്മൾ ഒരാളെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നവർക്ക് പരിചയമുണ്ടോ എന്നുള്ളതാണ് കാര്യം. പരിചയസമ്പന്നതയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ഇതുവരെ ഒരു ജോലി ഇല്ലാത്ത ഒരാളെ നമ്മൾ സാധാരണ ഏൽപ്പിക്കില്ല. അത് ജനങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരാൾ ജോലി ചെയ്താകെ കുളമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ മാറ്റും. ജോലി ചെയ്ത് തരക്കേടില്ലാതെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ആദ്യം നിയമിക്കും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ശരിയാണ്, ഒരു ടീമിൽ ഒരു ഹെൽത്തി മിക്സ് ഓഫ് ഈ പഴയ ആളുകളും പുതിയ ആളുകളും പുതുമുഖങ്ങളും വേണം. പുതിയ ഐഡിയയ്ക്ക് വേണ്ടി പുതുമുഖങ്ങൾ വേണം. എന്നാൽ പുതുമുഖങ്ങൾ മാത്രമാകുമ്പോൾ അതിൻ്റെ അർത്ഥം പാർട്ടി ഇത് കണക്കാക്കുന്ന ഒരു ട്രെയിനിങ് പരിപാടിയായിട്ടുള്ളതാണ്, അല്ലാതെ ഒരു പ്രധാന ഒരു പരിപാടി ആയിട്ടല്ല. കുറേ ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രിസഭ എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ജനങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. ജനങ്ങൾ അങ്ങനെ കാണുന്നത് ഓരോരുത്തരും അവരുടെ റോളുകൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വീണ്ടും വരുമെന്നും അവർ വീണ്ടും റോളുകൾ കുറച്ചുകൂടി കൃത്യമായി ചെയ്യും എന്നും ഒരു പ്രതീക്ഷയോടുകൂടിയാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലെല്ലാം കമൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ആ രീതിയിലാണ്. ഈ LDF-ന് വോട്ട് ചെയ്ത ആളുകളൊക്കെ അത് തന്നെയാണ് കമൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പുതുമുഖങ്ങളുടെയും പഴയ ആളുകളുടെയും ഒരു ഹെൽത്തി മിക്സാണ് വേണ്ടത്. അതല്ലാതെ പുതുമുഖങ്ങൾ മാത്രം എന്ന് പറയുമ്പോൾ അവരെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി തന്നെ ചിലപ്പോൾ 1 കൊല്ലം പിടിക്കും. അപ്പോൾ മന്ത്രിമാർക്ക് യാതൊരു റോളുമില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞ മാതിരി പഴയ ഹെൽത്ത് മിനിസ്റ്റർമാരെയൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ ഹെൽത്തിൽ ആരോഗ്യ മേഖലയിൽ കേരളത്തിൽ കുറേ നല്ല കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഹെൽത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിലും പലതിലും ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് പറയുന്നത് ശരിയല്ലല്ലോ, ഉണ്ടായിട്ടുണ്ട്. അത് ചൈൽഡ് ടീച്ചർ ഇല്ലെങ്കിലും ഉണ്ടാവാതിരിക്കാം. പക്ഷെ ആ ഒരു തുടർച്ചയ്ക്ക് അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോവും. പുതിയ ആൾ വന്നിട്ട് ഇതൊക്കെ പഠിക്കണ്ടേ?
പഠിക്കണം. അപ്പോൾ ഇതൊന്നും വേണ്ട, ഇതെല്ലാം കൂടി പാർട്ടി തീരുമാനിക്കും എന്ന് പറയുന്നാൽ പിന്നെ എന്തിനാ നമുക്ക് ഈ ഒരു ജനാധിപത്യത്തിന്റെ സംവിധാനം? MLA-മാരൊന്നും വേണ്ടല്ലോ, എന്നാൽ നമുക്ക് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്താൽ മതി, പാർട്ടി എല്ലാം തീരുമാനിക്കട്ടെ. അങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടല്ലോ. ഡോക്ടർ അരുൺകുമാറിന് അറിയാലോ, പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുക, MLA-മാരെയും പാർട്ടി തീരുമാനിക്കുക. ആ രീതി അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അതാത് ജനപ്രതിനിധികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്ക് ചില സങ്കല്പങ്ങൾ വെച്ചിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പരിചയസമ്പന്നതയ്ക്കും പുതുമുഖങ്ങൾക്കും ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു പ്രപ്പോർഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ലിംഗസമ്മത്തിനും വളരെ പ്രാധാന്യമുണ്ട്. ലിംഗസമ്മതം വേണമെങ്കിൽ നമുക്ക് പകുതി പേരെങ്കിലും വനിതകൾ വേണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു മാതൃക കേരളത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. നന്നായിരുന്നു. 5 വർഷം കൊണ്ട് ഒരാൾ അധികമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2 5 വർഷം കഴിഞ്ഞപ്പോൾ 3 പേർ മന്ത്രിസഭയിലേക്ക് എത്തി. ഈ കണക്കും ഈ റേറ്റുമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത 20 വർഷം കഴിയുമ്പോൾ 4 മന്ത്രിമാർ നമുക്കുണ്ടാവും. ഓരോ 5 വർഷവും 1 മന്ത്രിമാർ എന്ന രീതിയിൽ. ഞാനും ഡോക്ടർ NM അരുണും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ 10 എന്ന കണക്കിലേക്ക് എത്തും. അന്ന് 20 ആണെങ്കിൽ അന്ന് 50% എത്തും. അതാണ് ഈ കണക്കും ലോജിക്കും. പറയുന്നവർ പറയുന്നത് ഒരെണ്ണം കൂടിയിട്ടില്ലേ എന്നാണ്. അത് തന്നെയാണ് നമ്മൾ വളരെ വളരെ മെല്ലെ ചെയ്യുന്നത്. അതൊക്കെ ഒരു മാതൃക കാണിച്ചു കൊടുക്കാമായിരുന്നു വേണമെങ്കിൽ. എല്ലാം പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ അവർ പേടിക്കുന്ന വനിതാ MLA-മാരെയൊക്കെ പിടിച്ച് മന്ത്രിമാരാക്കായിരുന്നു. പ്രശ്നമില്ലല്ലോ. മുസ്തഫ, യഥാർത്ഥത്തിൽ ഒരു മാറ്റവും ഒരു പാർലമെന്ററി വിപ്ലവമാണ് ഈ പാർട്ടി ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥാനത്ത് KK ശൈലജ വരുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ എന്ന് ജനങ്ങളോടോ പാർട്ടി അണികളോടോ ചർച്ച ചെയ്യാനുള്ള ധൈര്യം പോലും ഈ പാർട്ടിയിലെ ആളുകൾക്ക് ഉണ്ടാവാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ ഒരു ഫോറത്തിലും അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ഇക്കുറി പിണറായി വിജയന് പകരം KK ശൈലജ ഈ മന്ത്രിസഭയെ നയിക്കട്ടെ മുഖ്യമന്ത്രിയായി, അങ്ങനെ CPM-ന്റെ ഒരു ഫോറത്തിലും ചർച്ച നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാർട്ടി ഈ പറയുന്നത് പോലെ പരസ്യമായി ഇത്തരം ചർച്ചകൾ പുറത്തേക്ക് വരുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത് അതാണ്. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടുണ്ടാവില്ലല്ലോ. അതിനുള്ള ധൈര്യം പോലും ആർക്കും ഉണ്ടായിട്ടില്ല എന്നാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് എത്രമാത്രം ജനപ്രീതിയുണ്ട് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായ KK ശൈലജ ടീച്ചറിന് പേടിയാണ്. ഇത് പിണറായി വിജയൻ അറിഞ്ഞാൽ എന്തായിരിക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്ത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അങ്ങനെയാണോ? എന്നാലും അരുൺ പരോക്ഷമായിട്ട് ഒരു കാര്യം സംബന്ധിക്കുന്നു. CPM-ൽ എന്തോ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് അരുണും മറ്റു ചിലരും ആഗ്രഹിക്കുന്ന പോലെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആകണമെന്ന ചർച്ച നടന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഏതായാലും പരോക്ഷമായിട്ട് താങ്കൾ സമ്മതിക്കുന്നത് CPM-ൽ ഇങ്ങനെ യോഗം ചേർന്നാൽ ചില ചർച്ചകൾ നടക്കുന്നു. അതുകൊണ്ട് KC ഉമേഷ് ബാബു പറഞ്ഞതിൽ നിന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളതാണ്, CPM-ൽ ആഭ്യന്തരമായിട്ടുള്ളത് എന്തെങ്കിലും സവിശേഷമായ അധികാരഘടനയല്ല, മറിച്ച് ഇവിടെ അരുൺ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമായ ഉൾപാർട്ടി ജനാധിപത്യമാണ്. ആ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ഒരു പക്ഷേ നമ്മളിൽ പലരും സൃഷ്ടിക്കുന്ന, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ നിന്ന് വ്യത്യസ്തമായ പല തീരുമാനങ്ങളും എടുത്തു പോകുന്നുണ്ട്. അത് നമുക്ക് ആദ്യം ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകുന്നുണ്ട്. പക്ഷെ പിന്നീട് അത് കാലം ശരിയാണെന്ന് വെച്ച അനുഭവങ്ങളാണ് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അരുൺ സൂചിപ്പിച്ചത് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. അരുൺ താങ്കളുടെ പാനലിസ്റ്റ്, നമ്മുടെ പാനലിസ്റ്റ് സൂചിപ്പിച്ചത് 1956-ൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോൾ നമുക്കറിയാലോ, പലതായി പിരിഞ്ഞിരുന്ന പല നാടുകളെയും ഒന്നിപ്പിച്ചിട്ട് ഒരു ഐക്യ കേരളം. അതിലാദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വരുമ്പോൾ അതിലാരാണ് അതിനു മുമ്പ് മന്ത്രിമാരായിട്ടുണ്ടായിരുന്നത്? EMS അതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി ആയിരുന്നോ? EMS അതിനു മുമ്പേ ഒരു മന്ത്രിയായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നോ? ആ 28 മാസത്തെ 57-ലെ 28 മാസം അധികാരത്തിലിരുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, അങ്ങനെ ഒരു ക്ലാസിക് മന്ത്രിസഭയോട് സാമ്യമുള്ള ഒന്നും ഇതേവരെ ഉണ്ടായിട്ടില്ല കേരളത്തിൽ. പക്ഷെ അവരാരും അതിനു മുമ്പ് മന്ത്രിയായിട്ടോ വലിയ ജനപ്രതിനിധികളായിട്ടോ എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നില്ല. പക്ഷെ അവരാണ് ഈ ആധുനിക കേരളത്തെ സൃഷ്ടിച്ച മിക്കവാറും എല്ലാ നിയമനിർമ്മാണങ്ങളുടെയും അടിത്തറമാകിയത് എന്ന് നമ്മൾ കാണണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, എല്ലാവരും ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. താങ്കൾ ഈ ലിംഗവിവേചനം പറയുകയാണ്. തിരുവനന്തപുരത്തെ മേയർ 21 വയസ്സുള്ള ആര്യ രാജേന്ദ്രനാണ്. 21 വയസ്സേ ഉള്ളൂ. നടന്നു. ഇപ്പൊ 3 അല്ലെ, ഞാൻ അരുൺ ഒന്ന് നോക്കട്ടെ, ഒന്ന് സൂചിപ്പിച്ചോട്ടെ. എന്തായാലും ഇനി അത് തോറ്റിട്ട് അപ്പോഴും ഒരു വനിതയായിരുന്നല്ലോ. അത് ആണ് തോറ്റത് കൊണ്ടല്ലോ, ഒരു വനിത തന്നെയാണ്. 3 വനിതകൾ ഒരാള് മാത്രം ഉണ്ടായിരുന്നിടത്തുനിന്ന് 2ആയി കൊണ്ടുവന്നു 3-ലേക്ക് എത്തിച്ചു. അത് മുന്നോട്ട് പോകും. കേരളത്തിൽ ഇങ്ങനെ 21 ആ മുന്നോട്ട് പോകലിന്റെ വേഗത കുറയുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ശ്രീ VPP മുസ്തഫ പറഞ്ഞ വാദങ്ങൾ പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്. ഈ ഭാഗം ഒന്ന് പൂരിപ്പിച്ചോട്ടെ.
അരുൺ, നിങ്ങൾ ഈ വേഗത കുറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണേണ്ടത് ഇവിടെ എപ്പോഴും 73-74 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജിനെ കുറിച്ചൊക്കെ വലതുപക്ഷം കോൺഗ്രസ് അഭിമാനം നടിക്കാറുണ്ട്. ഇവിടെ കേരളത്തിൽ 50% വനിതാ പ്രാതിനിധ്യം മാത്രമല്ല, ഈ ലോക്കൽ ബോഡിയുടെ അധ്യക്ഷ പദവി വരെ സംവരണം ചെയ്ത് അവരെ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. വളരെ വേഗത്തിലാണ് മറ്റു രണ്ട് അതിഥികളോടും പി ആർ ശിവശങ്കർ, രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് നിങ്ങളിലേക്ക് അധികം എത്താൻ സാധിച്ചില്ല. VPP മുസ്തഫ എത്തിയത് അല്പം വൈകി ആയതുകൊണ്ടുകൂടി നമ്മളുടെ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി പറയണം എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോയത്. നീരസം തോന്നരുത്. മറ്റ് ഒരു ദിവസം നമുക്ക് കൂടുതലായി ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചയിൽ നമുക്ക് പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്യാം. താങ്ക് യു രാഹുൽ, താങ്ക് യു പി ആർ ശിവശങ്കർ, താങ്ക് യു VPP മുസ്തഫ, താങ്ക് യു ഉമേഷ് ബാബു, താങ്ക് യു അരുൺ NM ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അങ്ങനെ KK ശൈലജ ടീച്ചർ ഇല്ലാത്ത ഒരു മന്ത്രിസഭ 2021 മെയ് മാസം 20-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പുതുമുഖങ്ങളാൽ സമ്പന്നമായ മന്ത്രിസഭയാണ്. പുതുയുഗം കുറിക്കാൻ പിണറായി വിജയൻ ടീമിന്റെ എല്ലാ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.